ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയുന്നുണ്ടാവും. ഞാനൊരു പഴയ സ്റ്റേഷൻ മാസ്റ്ററാണ്. RRB NTPC ക്രാക്ക് ചെയ്ത് തന്നെ SM ആയിട്ടുള്ളതും കുറച്ച് കാലം ജോലി ചെയ്യുകയും പിന്നെ അതിനുശേഷം ടീച്ചിങ് എൻ്റെ പാഷൻ ആയതുകൊണ്ട് ഞാനത് രാജിവെച്ച് അക്കാഡമീസ് എന്ന പേരിൽ ഒരു പ്ലാറ്റ്ഫോം റൺ ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു RRB NTPCയുടെ 2024 അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സംശയങ്ങളിൽ ഒന്നാണ് ഈ RRB NTPCയുടെ സിലബസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഏത് രീതിയിലാണ് ഞങ്ങളതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഞങ്ങൾ എന്താ പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എവിടെ നിന്നാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു സ്ട്രാറ്റജി, നിങ്ങൾക്കത് എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു സ്ട്രാറ്റജി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഭയങ്കരമായിട്ട് സംശയങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള എല്ലാം ഉത്തരം എന്നുള്ള രീതിയിൽ നമ്മുടെ ഫുൾ സിലബസ് എടുത്തുകൊണ്ട് അതിനെ ഒന്ന് അനലൈസ് ചെയ്യാനും ഒരു അനാലിസിസ് നടത്താനും അതുപോലെ തന്നെ ഏത് രീതിയിലാണ് ഇതിലേക്കുള്ള പഠനം നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരാനുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഞാൻ പഠിക്കുമ്പോഴും വർക്ക് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. കഴിഞ്ഞ NTPCയിലായാലും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, പല പോസ്റ്റുകളിലേക്ക് 180ഓളം പേര് എന്ത് ചെയ്തിട്ടുണ്ട്, പല പോസ്റ്റുകളിലേക്ക് കയറിയിട്ടുണ്ട്. അവർക്കും വർക്ക് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയാണ് എന്ത് ചെയ്യുന്നത്, ഞാനിവിടെ പറഞ്ഞു തരുന്നത്. അതായത് ആക്ച്വലി ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു പ്രൂവൺ സ്ട്രാറ്റജിയാണ്. നമ്മൾ ചുമ്മാ എന്താ പറയുക, അങ്ങനെ വായുന്നെടുത്ത് സ്ട്രാറ്റജി പറയല്ല. ഇത് ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വർക്ക് ചെയ്തിട്ടുള്ള, നിങ്ങൾ നന്നായിട്ട് പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും വർക്ക് ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആ സ്ട്രാറ്റജിയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഈ പരീക്ഷ, എങ്ങനെയാണ് ഈ പരീക്ഷ എന്നുള്ളതൊന്നും എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അതുകൊണ്ട് ഞാനിവിടെ അധികം സമയം കളയുന്നില്ല. എന്നിരിക്കലും പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. RRB NTPC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അതിനിപ്പോൾ ഗ്രാജുവേറ്റ് ലെവലാണെങ്കിലും അല്ല അണ്ടർ ഗ്രാജുവേറ്റ് ലെവലാണെങ്കിലും അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, സിമിലർ ആണ് അല്ലേ, യാതൊരു മാറ്റമില്ല. എക്സാക്ട്ലി പക്ക സെയിം സിലബസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിനിപ്പോൾ ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും ടയർ 1 ആണെങ്കിലും ടയർ 2 ആണെങ്കിലും എന്ത് തന്നെയാണ്, അത് സിമിലർ ആയിട്ടുള്ള ഒരേ സിലബസ്, സിമിലർ എന്നല്ല ഒരേ സിലബസ് തന്നെയാണെന്ന് എന്ത് ചെയ്യുക, ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമുക്കൊരു ടയർ 1 ഒരു പ്രിപ്പറേഷൻ, ടയർ 2 ഒരു പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ ഗ്രാജുവേറ്റിന് ഒരു പ്രിപ്പറേഷൻ, അണ്ടർ ഗ്രാജുവേറ്റിന് ഒരു പ്രിപ്പറേഷൻ എന്തില്ല, ഒരാവശ്യമില്ല. നിങ്ങൾക്ക് NTPCക്ക് ഒറ്റ പ്രിപ്പറേഷൻ മതി. ആൻഡ് ഒരു എക്സ്ട്രാ ബോണസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ RPFും ALPയും ടെക്നീഷ്യനും എല്ലാം അതിൻ്റെ നോൺ ടെക്നിക്കൽ പാർട്ട് എല്ലാം എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാനും പറ്റും. അപ്പോൾ ബേസിക്കലി RRBയുടെ സിലബസ് എന്ത് തന്നെയാണ്, കോമൺ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. RRBയുടെ സിലബസ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ 3 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊന്ന് ജനറൽ അവയർനെസ്, അല്ലെങ്കിൽ നമ്മൾ ജനറൽ നോളേജ് എന്ന് പറയും, അല്ലെങ്കിൽ GK എന്ന് എന്ത് ചെയ്യും നമ്മൾ വിളിക്കും. രണ്ടാമതായിട്ടുള്ളത് മാത്സ് ആണ്. മൂന്നാമതായിട്ടുള്ളത് റീസണിങ് ആണ്. ഇത് ടയർ 1ൻ്റെ ആണ്. ടയർ 1ൽ 100 ചോദ്യങ്ങളാണുള്ളത്. 90 മിനിറ്റ് കൊണ്ടാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ടയർ 2ലോട്ട് വരുമ്പോൾ ഇതേ GKയും ഇതേ മാത്സും ഇതേ റീസണിങ്ങും തന്നെയാണുള്ളത്. പക്ഷെ ഒരു ചെറിയ മാറ്റമുണ്ട്. അവിടെ 20 ചോദ്യങ്ങൾ കൂടും, സമയത്തിൽ എന്തില്ല, മാറ്റില്ല. ഇതാണ് ആകെയുള്ള മാറ്റം. അതായത് അതേ 90 മിനിറ്റ് കൊണ്ട് അതേ 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ടയർ 2ൽ 20 ചോദ്യങ്ങളോട് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. ചിലർക്കെങ്കിലും ഒരു സംശയം വന്നേക്കാം, അപ്പോൾ ഇംഗ്ലീഷ് ഇല്ലേ? ഇല്ല, ഇംഗ്ലീഷ് ഇല്ല. RRBയുടെ ഒഫീഷ്യൽ സിലബസിൽ എന്തില്ല, ഇംഗ്ലീഷ് ഇല്ല. നിങ്ങൾ ആകെ എന്ത് ചെയ്താൽ മതി, ഈ GKയും ഈ മാത്സും ഈ റീസണിങ്ങും മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവണം, ഞാൻ ഈ പറഞ്ഞ ഡാറ്റ കയ്യിലുണ്ടാവണം. ഇനി നിങ്ങൾക്ക് അറിയേണ്ടുന്ന കാര്യം ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്, എന്ത് പഠിക്കണം എന്നുള്ളത് ഞാൻ വഴിയെ ആൻസർ ചെയ്ത് തരാം. ആദ്യം ഞാനിത് എങ്ങനെ പഠിക്കണം, അതിപ്പോൾ മാത്സ് ആയാലും റീസണിങ് ആയാലും GK ആയാലും എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യാണ്, ഞാൻ ആദ്യം പറഞ്ഞു തരാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഒട്ടും സിസ്റ്റമാറ്റിക് ആയിരിക്കില്ല എന്നുള്ളതാണ്. അതായത് മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറേ അവിടെ നിന്ന് ഇവിടെ നിന്ന് യൂട്യൂബ് വീഡിയോ കാണും. ചിലപ്പോൾ നിങ്ങളൊരു ഓഫ്ലൈൻ സ്ഥാപനത്തിൽ പോകുന്നുണ്ടാവും, അവിടെ നിന്ന് നിങ്ങൾ കുറേ പഠിക്കും. എന്നിട്ട് പിന്നെ നിങ്ങൾ വേറൊരു കോഴ്സ്, അതിൽ നിന്ന് നിങ്ങൾ കുറേ പഠിക്കും. ഇനീഷ്യലി ആവേശത്തിലൊരു ലൂസൻറ്റോ ഒരു അരിഹാന്തോ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ പഠിച്ച് തുടങ്ങാൻ തയ്യാറെടുത്തെങ്കിൽ ആദ്യം നിങ്ങൾ 2 ബുക്ക് ഓർഡർ ചെയ്യും, ആ ബുക്ക് വാങ്ങും. എന്നിട്ട് എല്ലാം കൂടെ നിങ്ങളൊരു അവിയൽ പരുവത്തിലാക്കും. അവിടെ നിന്നും വായിച്ചിട്ടുണ്ടാവും, ഇവിടെ നിന്നും വായിച്ചിട്ടുണ്ടാവും, എന്നാൽ മൊത്തത്തിലൊന്നും വായിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തും കിട്ടില്ല, നിങ്ങൾക്കൊരു കോൺഫിഡൻസും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു കീവേഡ് മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സിലബസിനെ പറ്റി കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് നിങ്ങൾ ആദ്യം വ്യക്തമായും ശക്തമായും കൃത്യമായും മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അങ്ങനെ കൃത്യമായിട്ട് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള എങ്ങനെ പഠിക്കണം എന്നുള്ളതിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആദ്യം നമുക്ക് എന്താ പഠിക്കേണ്ടത് എന്നുള്ളത് അറിയണ്ടേ? എന്താ പഠിക്കേണ്ടത് എന്നുള്ളത് അറിയാതെ എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ സിലബസ്
കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം. ആ സിലബസ് ഓരോ സബ്ജക്റ്റും എടുത്തുകൊണ്ട് ഓരോ ടോപ്പിക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതിലേക്കാണ് ഇനി എനിക്ക് പോകാനുള്ളത്. ഞാൻ ഓരോ സബ്ജക്റ്റും എടുത്ത് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇച്ചിരി ബോറിംഗ് പാർട്ടായിരിക്കും ആ ഭാഗം, എന്നിരിക്കലും നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതിന് കിട്ടും. അപ്പോൾ സിലബസ് നിങ്ങൾ പഠിക്കണം അല്ലേ? അത് നിങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നല്ല കോഴ്സ് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം. നമുക്ക് തന്നെ അക്കാഡമിക്സിൻ്റെ കോഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് അത് ഡിപ്പെൻഡ് ചെയ്യാം. അല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ നിങ്ങളത് ഡിപ്പെൻഡ് ചെയ്തോളൂ. ഞാൻ നമ്മുടെ കോഴ്സ് മാത്രം എടുത്താലേ ഇതെല്ലാം നടക്കുള്ളൂ എന്നുള്ളതൊന്നുമല്ല കേട്ടോ പറയുന്നത്. നല്ല കോഴ്സ് ആയിരിക്കണം, നിങ്ങൾ ആ കോഴ്സിനെ ട്രസ്റ്റ് ചെയ്യണം. അവിടുത്തെ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ളവരായിരിക്കണം. അതിപ്പോൾ ഒരു ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും അല്ല നിങ്ങൾ യൂട്യൂബിൽ നിന്ന് കാണുന്നതാണെങ്കിലും അതെല്ലാം നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ആസ് ലോങ് ആസ് നിങ്ങൾ ആ കാണുന്ന സംഭവം, ആ കാണുന്ന ക്ലാസ് അല്ലെങ്കിൽ നിങ്ങൾ ആ വിശ്വസിച്ച് ഫോളോ ചെയ്യുന്ന ക്ലാസ് റിലയബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നിങ്ങൾ പഠിക്കാം. അങ്ങനെ നിങ്ങളുടെ സിലബസ് മുക്കും മൂലയും ഒരു ടോപ്പിക്ക് പോലും വിടാതെ മുക്കും മൂലയും എന്ത് ചെയ്യണം, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അത് ചെയ്താൽ കഴിഞ്ഞോ? ഇല്ല, അത് കഴിഞ്ഞില്ല. അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോരോ ടോപ്പിക്കായിട്ട് എടുത്ത് നിങ്ങൾക്ക് പഠിച്ചു പോകേണ്ടതുണ്ട്. അത് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ അതിൻ്റെ നോട്ട്സ് എഴുതി തയ്യാറാക്കണം. എനിക്കറിയാം നിങ്ങളെല്ലാവരും ജീവിക്കുന്നത് PDF കാലഘട്ടത്തിലാണ്. കാരണം നമുക്കൊരു കോഴ്സ് അനൗൺസ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്താലും ആദ്യത്തെ ചോദ്യം വരുന്നത് PDF ഉണ്ടാവുക എന്നുള്ളതാണ്. പലരുടെയും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഡിഫറൻ്റ് ആണ്, ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്വന്തം നോട്ടിനെ വെല്ലുന്ന ഒരു സ്റ്റഡി മെറ്റീരിയലും ഈ ലോകത്തില്ല. അതിനിപ്പോൾ എത്ര വലിയ പബ്ലിഷർ പബ്ലിഷ് ചെയ്ത എത്ര വില കൂടിയ ബുക്കാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ, നിങ്ങൾ എഴുതി തയ്യാറാക്കിയ നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സിനെ വെല്ലുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽ ലോകത്തില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾ എഴുതിയതാണ്. എക്സാം ഹാളിൽ ഇരുന്ന് ഐ ക്യാൻ വൗച്ച് ഫോർ ഇറ്റ്. എക്സാം ഹാളിൽ ഇരുന്ന് നിങ്ങൾ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ ആ കുനുകുനാന്ന് എഴുതിയ സാധനം നിങ്ങളുടെ മനസ്സിൽ വരും. അതിൽ ചുവന്ന വരയിട്ടും പച്ച വരയിട്ടും ഹൈലൈറ്റ് ചെയ്തും വീണ്ടും 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 നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ പഠിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം കൂടെ ഞാൻ ഒപ്പം പറഞ്ഞോട്ടെ. നിങ്ങളിപ്പോൾ GK ഒരു ടോപ്പിക്ക്, ഇപ്പോൾ ഫിസിക്സിൽ നിന്ന് നിങ്ങൾ ആദ്യത്തെ ടോപ്പിക് ആയിട്ടുള്ള മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ആ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് ആ ഒരു ടോപ്പിക്കിന്റെ അടുത്ത സ്റ്റേജ് ആയിട്ട് ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, അതിന്റെ നിങ്ങൾ നോട്ട്സ് എഴുതിയെന്ന് നിങ്ങൾ വിചാരിക്കുക. അടുത്ത സ്റ്റേജ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ആ ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു തരാണ്. ഇപ്പോൾ ഫിസിക്സിലെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഫിസിക്സിലെ ആദ്യത്തെ ടോപ്പിക് ആയിട്ടുള്ള മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് നിങ്ങൾ പഠിച്ചു. അത് നിങ്ങൾ ക്ലാസ് എവിടെന്നാണ് കണ്ടതെന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ എവിടെന്നോ നിങ്ങൾ കണ്ടു, എവിടെന്നോ നിങ്ങളത് പഠിച്ചു. അപ്പോൾ നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ, ആ മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ നോട്ട്സ് എഴുതി കഴിഞ്ഞാൽ അടുത്തതായിട്ട് അതിന്റെ ടോപ്പിക് വൈസ് PYക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിന് നിങ്ങൾക്ക് ബുക്സിനെ ഡിപ്പെൻഡ് ചെയ്യാം. നമ്മുടെ കോഴ്സിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഏത് സബ്ജക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഓരോ ടോപ്പിക് കഴിയുമ്പോൾ, ഇപ്പോൾ മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് മുൻപ് ചോദിച്ചിട്ടുള്ള 10 മാർക്കിന്റെ ഒരു PYക്ക് ഉണ്ടാവും. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ പഠിച്ചതൊക്കെ തന്നെയാണോ ചോദ്യങ്ങളായിട്ട് വന്നിരിക്കുന്നത്, നമ്മൾ ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണോ ചോദ്യങ്ങളായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളെ സെൽഫായിട്ടൊന്ന് അനലൈസ് ചെയ്യണം. ഞാൻ ഈ പഠിച്ചതൊക്കെ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഞാൻ ഈ പഠിച്ച രീതി കൃത്യമാണോ, എനിക്കിതൊക്കെ ഓർമ്മ നിൽക്കുന്നുണ്ടെന്ന് അറിയാനായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ PYക്ക് വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ട് അതിൻ്റെ PYക്ക് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ടോപ്പിക്കിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. PYക്ക് ഇവിടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചോദിച്ചിരിക്കുന്നു, എങ്ങനെ ചോദിച്ചിരിക്കുന്നു, എവിടെ നിന്ന് ചോദിച്ചിരിക്കുന്നു എന്ത് കിട്ടുള്ളൂ, കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ. അങ്ങനെ നിങ്ങൾ PYക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ഇല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത ക്ലാസ്സിൽ ഇല്ലാത്ത, നിങ്ങൾ നോക്കിയ മെറ്റീരിയൽ ഇല്ലാത്ത 3-4 എക്സ്ട്രാ പോയിന്റുകൾ കിട്ടിയേക്കാം, അല്ലെങ്കിൽ 1-2 എക്സ്ട്രാ പോയിന്റുകൾ കിട്ടിയേക്കാം. ഉറപ്പായിട്ടും കിട്ടും. GK പഠിപ്പിക്കുന്ന ഒരാൾക്കും എല്ലാ പോയിന്റും നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല. ഒരു ബുക്കിനും എല്ലാ പോയിന്റും കവർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇതൊരു കടലാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ നോട്ടിലേക്ക് നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ആ എക്സ്ട്രാ പോയിന്റ് നിങ്ങൾ ആഡ് ചെയ്തേക്കണം. അപ്പോൾ മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു, അതിൻ്റെ നോട്ട് ഉണ്ടാക്കി. പക്ഷേ PYക്ക് നോക്കിയപ്പോൾ എനിക്ക് 1-2 എക്സ്ട്രാ പോയിന്റ്സ് കൂടെ കിട്ടി. അത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതിനകത്തോട്ട് കയറ്റി. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ടോപ്പിക്കിന്റെ നോട്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് സ്പേസ് നിങ്ങൾ വിടണം. മറ്റേ മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് കഴിഞ്ഞു അടിവരെ ഇട്ട് അപ്പം തന്നെ ഫോഴ്സ് താഴെ അടുത്ത ടോപ്പിക്കിലോട്ട് പോരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് സ്പേസ്, ഒരു അര പേജ്, ഒരു പേജ് തന്നെ വിട്ട് വെക്കുക. അവിടെ ഈ PYക്ക് ചെയ്യുമ്പോൾ കിട്ടിയ എക്സ്ട്രാ പോയിന്റ് നിങ്ങൾ ആഡ് ചെയ്യുക. ഇനി ഒരുപക്ഷെ നിങ്ങൾ പിന്നീട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് നോക്കുമ്പോൾ ഒരു പോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു എക്സ്ട്രാ പോയിന്റ് കിട്ടിയേക്കാം. ഗ്രൂപ്പിൽ ഡിസ്കഷൻ കണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ് കിട്ടിയേക്കാം. വേറെ നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഇനി മോക്കുകൾ എടുക്കുമ്പോൾ, വേറെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എടുക്കുമല്ലോ, ഫുൾ മോക്കായിട്ടോ സബ്ജക്ട് മോക്കായിട്ടോ നിങ്ങൾ എടുക്കുമല്ലോ, അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ് കിട്ടിയേക്കാം. അതെല്ലാം ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് പോകണം. ഇതുപോലെ ഓരോ ടോപ്പിക്കിന്റെയും അണ്ടറിൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ പോയിന്റ്സ് അപ്ഡേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരീക്ഷ തലേന്ന് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഒരു 2-3 ദിവസം മുമ്പ് നിങ്ങൾ ഈ PDF നോക്കി പഠിച്ചവർ ആ PDF, ഈ PDF, എൻ്റെ മറ്റേ PDF, ഞാൻ പൊതുവെ തമാശയ്ക്ക് പറയാറുണ്ട്, നമ്മുടെ
CID മൂസയിലെ ബിന്ദു പണിക്കരെ പോലെയാ, അയ്യോ എൻ്റെ മിക്സി, അയ്യോ എൻ്റെ ഗ്രൈൻഡർ, അയ്യോ എൻ്റെ വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അയ്യോ ആ PDF ഞാൻ നോക്കിയില്ല, ഈ PDF ഞാൻ നോക്കിയില്ല, മറ്റേ ക്ലാസ് ഞാൻ നോക്കിയില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരൊറ്റ സാധനം നിങ്ങൾ കൊണ്ടുപോയാൽ മതി. നിങ്ങളുടെ ആ നോട്ട്, നിങ്ങളുടെ 2-3 നോട്ടുകൾ നിങ്ങൾക്ക് ഈ ഫുൾ GK മാത്സ് റീസണിങ് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ നോട്ട് മാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കിഡിലൻ റിവിഷൻ എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിൻ്റെ തലേന്നോ 1-2 ദിവസം പോയി ചെയ്യാൻ പറ്റും. അപ്പോൾ ആ നോട്ടായിരിക്കണം നിങ്ങളുടെ അസറ്റ് എന്ന് പറയുന്നത്. ഇനി നോട്ട് എഴുതാൻ മടിയുള്ളവരും മടിയന്മാരും മടിച്ചുകളോട് ഉണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ PDF നോക്കിയാണേ പഠിക്കാറ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും. നിങ്ങൾ പഠിച്ചോളൂ, ഞാനതിൽ തെറ്റ് പറയുന്നില്ല. പക്ഷേ ഞാനൊരു ചെറിയൊരു എക്സാമ്പിളോട് ഞാൻ പറഞ്ഞോട്ടെ. എക്സാം ക്രാക്ക് ചെയ്ത ആളുകളോട് നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ അത് എത്ര പേര് അത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ നേരിട്ട് പരിചയം ഉണ്ടാവാം, ഇല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കണ്ടെത്തി സംസാരിക്കുക. ഞാൻ വൗച്ച് ചെയ്യാം, 95% ആളുകളും, അതായത് ഞാൻ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്ത് 95% ആളുകൾ, അതിനിപ്പോൾ UPSC ആയാലും IAS കിട്ടിയവരും IPS കിട്ടിയവരായാലും SSC കിട്ടിയവരും RRB കിട്ടിയവരായാലും അവർ സ്വന്തമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഞങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വേറെയാണ്, ഞങ്ങൾ മറ്റേ PDF നോക്കി ഞങ്ങൾ പഠിക്കാറുള്ളത്, ഞങ്ങൾ സോഫ്റ്റ് കോപ്പിയിൽ ഓക്കെ ആണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ ആ നോട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണം നിങ്ങൾ അവിടെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതുപോലെ അങ്ങനെ നോട്ട് എഴുതി നമ്മൾ ഇരിക്കുക എന്നുള്ളതിൽ ഞാൻ പറയുന്നത് ബാക്കി 5% ആളുകൾ ആ നോട്ടൊന്നും എഴുതാതെ ഇത് കിട്ടുന്നത്. അപ്പോൾ 95% മെജോറിറ്റിയിൽ അതിൻ്റെ ഭീകര മെജോറിറ്റി നോട്ട് എഴുതി കിട്ടുന്നവരാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ പെടാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ നമ്മുടെ സ്വന്തം കൈയക്ഷരത്തിൽ ഒരു വട്ടം എഴുതുമ്പോണ്ടല്ലോ, നിങ്ങൾ PDF നോക്കി ഒരു 10-15 വട്ടം വായിക്കുന്നതിൻ്റെ അതിൻ്റെ എത്രയോ ഇരട്ടി എഫക്റ്റ് കിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു വട്ടം നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ നോട്ട് ചെയ്തുമ്പോൾ അത് രണ്ടാമതൊന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ. നമ്മൾ ഈ അപ്ഡേറ്റ് ചെയ്യുന്ന വീണ്ടും അവിടെ എക്സ്ട്രാ പോയിന്റ് എഴുതുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും നമ്മൾ നോട്ട് കാണുന്നുണ്ട്. അപ്പോൾ നോട്ടുകൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിലോട്ട് നമ്മൾ വരും. ഓരോ സിലബസും ഞാൻ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കി തരാം. ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ അതിൻ്റെ നോട്ട് എഴുതുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞ് അതിൻ്റെ PYക്ക് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. ഇനി ഒരു ടോപ്പിക്കൊക്കെ അത്യാവശ്യമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് അത്യാവശ്യമാകുമ്പോഴാണ് നിങ്ങൾ മോക്ക് എടുക്കേണ്ടത്. മോക്ക് നിങ്ങൾ എടുത്തേ പറ്റൂ. അത് നിങ്ങൾ ഗ്രാജുവലി കുറേ സിലബസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഫുൾ മോക്ക് എടുത്താൽ മതി. അതായത് ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ഞാൻ ആളല്ല. ഇത് ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ചാടി കയറി പ്രിപ്പറേഷൻ തുടങ്ങിയ ഉടനെ ഫുൾ മോക്ക് എടുക്കരുത്. കാരണം നിങ്ങൾ അങ്ങനെ ഫുൾ മോക്ക് എടുക്കാൻ പോകുമ്പോൾ ആ മാർക്കിൽ ഭയങ്കരമായ ഒരു കുറവ് വരും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ആകെ നിങ്ങളുടെ കോൺഫിഡൻസ് ഉണ്ടാവണം, അയ്യോ ഞാൻ ഒന്നും ആയിട്ടില്ല, ഞാനിവിടെ ഇല്ല എന്നുള്ളൊരു തോന്നൽ വരും. കാരണം നിങ്ങൾ നോക്കുമ്പോൾ അതിൽ ഗംഭീര മാർക്ക് വാങ്ങിയ ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ചാടിക്കയറി ഫുൾ മോക്ക് എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പകരം നിങ്ങൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിൻ്റെ PYക്ക് വർക്കൗട്ട് ചെയ്തു പോകും. എന്നിട്ട് ഒരു പോയിന്റ് കഴിഞ്ഞ് മേ ബി ഒരു 2 to 3 months കഴിഞ്ഞ് നിങ്ങളുടെ സിലബസിൻ്റെ ഒരു 60 to 70% കവർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫുൾ മോക്ക് എടുത്ത് തുടങ്ങുക. പക്ഷെ അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സ് ഇങ്ങനെ പോകണം. എക്സ്ട്രാ പോയിന്റ് കിട്ടുമ്പോൾ നമ്മുടെ നോട്ടിൽ എന്ത് ചെയ്യണം, അത് കയറ്റിക്കൊണ്ടേയിരിക്കണം. ഇതായിരിക്കണം മൊത്തത്തിൽ എന്ത് ചെയ്യേണ്ടുന്ന രീതി എന്ന് പറയുന്നത്, നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യം, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം സിലബസ് എന്താണെന്ന് മനസ്സിലാക്കുക. അതിലോട്ട് നമ്മൾ പോകുന്നുണ്ടോ, സിലബസ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതിനുശേഷം അതിൻ്റെ കൃത്യമായി ഇത് പഠിക്കുന്നു. അത് എവിടെ നിന്ന് വേണം പഠിക്കുന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് പഠിക്കുക. ആസ് ലോങ് ആസ് യു ട്രസ്റ്റ് ദാറ്റ് സോഴ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ചവർ ക്ലാസ് കണ്ടിട്ട് അത് മൊത്തം പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമില്ല. നിങ്ങൾ ആ കാണുന്ന ക്ലാസ് അത്രയും അടിപൊളിയാണ്, അല്ലെങ്കിൽ അത് പഠിച്ചാൽ മറ്റേ എനിക്കിത് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കാണണം. ആ ക്ലാസ് കണ്ടു, അത് നോട്ടാക്കി, അതിൻ്റെ PYക്ക് അറ്റംപ്റ്റ് ചെയ്തു, ആ PYക്ക് നീട്ടി എക്സ്ട്രാ പോയിന്റ്സ് നോട്ട് ചെയ്തു. പിന്നെ ഗ്രാജുവലി നിങ്ങൾ ഡിസ്കഷനോ എവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിന് എക്സ്ട്രാ പോയിന്റ് കിട്ടുന്നെങ്കിൽ നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്ത് പോകും. അവസാനമായിട്ട് നിങ്ങൾ എന്തും ചെയ്യണം, നോക്കണം. ഇതിനെയാണ് ഞാനൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ കുറേ മറ്റേ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയത് നോക്കി, ഇവിടെ നിന്ന് നോക്കി, ആ ക്ലാസ് നോക്കി, ഈ ക്ലാസ് നോക്കി, അങ്ങനെ നോക്കി പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഇത് തീർന്നു എന്ന് തോന്നില്ല. അല്ലെങ്കിൽ ഇത് ഒരിക്കലും എന്താ പറയുക, ഇത് നമുക്കൊരു കോൺഫിഡൻസ് വരില്ല, നമ്മൾ പഠിച്ചു എന്നുള്ള എന്ത് ചെയ്യില്ല, നമുക്ക് വരില്ല. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഐ അഷ്വർ യു, ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തത് വീണ്ടും നിങ്ങൾ റിവൈസ് ചെയ്ത് ഉറപ്പിക്കണമെങ്കിൽ, ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ കൃത്യമായ നോട്ടും കാര്യങ്ങളും നിങ്ങൾ റെഡിയാക്കിയെങ്കിൽ നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്യും മക്കളെ. ഇത് ഞാൻ ഗ്യാരണ്ടി തരാം. പിന്നെ കുറച്ച് ഭാഗ്യമാണ്, ഓഫ് കോഴ്സ് അത് ഉണ്ടല്ലോ. ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ഭാഗ്യം കൂടെ ഉണ്ടാവുള്ളൂ. ഹാർഡ് വർക്ക് ഇല്ലാതെ ഭാഗ്യം കൊണ്ട് മാത്രം ഇന്നേ വരെ ഗവൺമെന്റ് ജോലി കിട്ടി ആരും എനിക്കറിയില്ല. ഞാൻ 10 വർഷം ഈ ഫീൽഡ്, 2014 എൻ്റെ തൊട്ട് ഞാൻ പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇന്നേ വരെ ഭാഗ്യം കൊണ്ട് ജോലി കിട്ടിയ ഒരാളെ അറിയില്ല. അപ്പോൾ ഇത് മനസ്സിൽ വെക്കുക. ഈ സൈക്കിൾ ഇങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ ലൂപ്പ് അടിച്ച് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക അൺടിൽ നമ്മുടെ ടാർഗറ്റ് എത്തുന്നവരെ പഠിക്കുക. അപ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്താണ് എന്ത് പഠിക്കണം എന്നുള്ളത്. അതിലോട്ട് ഞാൻ വരാം. അതിനു മുമ്പ് ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. RRB NTPCക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഈ സിലബസ് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പോകണം. ഓരോരോ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ട് ഓരോരോ സബ്ജക്റ്റിൽ നിങ്ങൾ പഠിക്കുന്ന സബ് ടോപ്പിക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകണം. അത് എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് RRB NTPCയുടെ ഒഫീഷ്യൽ സിലബസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ തന്നിട്ടുള്ളത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടില്ല. ഇത് അത്യാവശ്യം പ്രോ ആയിട്ടുള്ള ഒരാൾക്ക്, ഈ ഫീൽഡിലുള്ള ഒരാൾക്ക് കുറച്ചും കൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് പഠിക്കണം, എങ്ങനെയാണ് പഠിക്കണം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ധാരണ കിട്ടും. പക്ഷെ അതല്ലാത്ത ഒരാൾക്ക് ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ
ഇത് മൊത്തം ഒരു പുകയാണ്, ഇതെന്താ സാധനം എന്നുള്ളത് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ സബ്ജക്ട്സ് ആയിട്ട് എടുത്തിട്ട് ആ ഓരോരോ സബ്ജക്റ്റിലെയും സബ് ടോപ്പിക്സ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് അഷ്വർ ചെയ്യുന്ന ഒരു സാധനം, ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ സബ് ടോപ്പിക്കുകളും നമ്മുടെ അക്കാഡമീസിൻ്റെ RRB NTPCയുടെ കംപ്ലീറ്റ് കോഴ്സിലുള്ള കാര്യങ്ങളാണ്. ഓരോന്നിൻ്റെയും ക്ലാസ്സും ആ ഓരോ ക്ലാസ്സും കഴിയുമ്പോഴും പരീക്ഷയും പിന്നെ അതിൻ്റെ പരീക്ഷയുടെ മേലെ പരീക്ഷയായിട്ട് എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് അത്രയും നന്നായിട്ട് നമ്മളവിടെ കോഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ കാണുന്ന എല്ലാവരും നമ്മുടെ കഴിഞ്ഞ RRB NTPC ക്രാക്ക് ചെയ്ത നമ്മുടെ പുലിക്കുട്ടികളാണ്, നമ്മുടെ പിള്ളേരാണ്, നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ആണ്. അതുപോലെ നിങ്ങൾക്ക് ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ RRB NTPC കംപ്ലീറ്റ് കോഴ്സ് എടുത്ത് പഠിക്കാം. നമ്മുടെ കോഴ്സ് എടുത്താൽ സ്റ്റേഷൻ മാസ്റ്റർ ആവുന്നുള്ള മോഹന വാഗ്ദാനം ഒന്നുമല്ല ഞാൻ തരുന്നത്. നമ്മുടെ കോഴ്സ് എടുത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ കൃത്യമായിട്ട് ഞാനിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും രാഗി മിനിക്ക് പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ, ഇവർ ഓരോരുത്തരും ചെയ്തതുപോലെ അത്രയും പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവീസിൽ കയറാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മൾ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. അപ്പോൾ അങ്ങനെ, അതായത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ഫുൾ ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്, ഇനി ഞാൻ എന്ത് പഠിക്കണം എന്നുള്ളതാണല്ലോ പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിൽ ഓരോരോ സബ് ടോപ്പിക്കുകളും പെറുക്കി അരിച്ച്, അല്ലേ, നമ്മുടെ ഇന്നസെന്റ് പറയുന്ന പോലെ പെറുക്കി അരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കോഴ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരികയാണ്. ഇനി GK എന്ന് നിങ്ങൾ എന്താ പഠിക്കേണ്ടത്, ഇതാണ് GKയുടെ ഒഫീഷ്യൽ സിലബസ്. പക്ഷേ ഞാൻ പറഞ്ഞത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമുക്കിതിൽ ഓരോ സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് നോക്കാം. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആദ്യം നമ്മൾ പറയുന്നത് സയൻസ് ആണ്. സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇത് മൂന്നും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഞാൻ ഓരോരോ അതിൻ്റെ ഉള്ളിലേക്കും ഞാൻ വരുന്നുണ്ട്, ബട്ട് ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞോട്ടെ. പിന്നുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഹിസ്റ്ററി 3 ഇന്ത്യ നമുക്ക് പഠിക്കണം: ആൻഷ്യന്റ് ഇന്ത്യ, മെഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ. പിന്നുള്ളത് ജോഗ്രഫിയാണ്. ജോഗ്രഫിയിൽ നിങ്ങൾ 2 ജോഗ്രഫി പഠിക്കണം. വേൾഡ് ജോഗ്രഫിയും പഠിക്കണം, ഇന്ത്യൻ ജോഗ്രഫി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. എക്കണോമിക്സ് നിങ്ങൾ പഠിക്കണം. കറണ്ട് അഫയേഴ്സ് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എത്ര മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളത്. എത്ര മാസത്തെ അല്ല, എത്ര വർഷത്തെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കേണ്ടത്. കറണ്ട് അഫയേഴ്സ് എപ്പോഴും ലാസ്റ്റ് 2 വർഷത്തെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് ഇപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾ 2023 നോക്കണം, 2024 നോക്കണം. എക്സാമിന് തൊട്ട് മുമ്പ് ഒരു 1-2 മാസം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ 2025 മാർച്ചിലാണ് ഈ പരീക്ഷ നടക്കുന്നതെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 2025 മൊത്തമായിട്ട് സ്കിപ്പ് ചെയ്യാം. ഏത് നിങ്ങൾ പഠിച്ചാൽ മതി, 23-ഉം 24-ഉം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യാം, മനസ്സിൽ വെക്കുക. 2 വർഷത്തെ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കമ്പ്യൂട്ടർ നോളജ് നിങ്ങൾ പഠിക്കണം. സ്റ്റാറ്റിക് GK എന്തൊക്കെയാണ് വരിക എന്നുള്ളത് ഞാൻ പറയാം, അതും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, ഇതിൽ ഓരോരോ ടോപ്പിക്കായി എടുത്തിട്ട് അല്ലെങ്കിൽ ഓരോരോ സബ്ജക്റ്റായി എടുത്തിട്ട് ആ ഓരോരോ സബ്ജക്റ്റിൻ്റെ ഉള്ളിലും എന്തൊക്കെയാണുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇത് ഇത്തിരി ബോറിംഗ് ആയിരിക്കും, ബട്ട് വാട്ട് ഐ എം റിയലി ട്രൈങ് ടു ഡു ഈസ് നിങ്ങൾക്ക് ആ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മുടെ കോഴ്സിൽ ഇത് ഓരോ ടോപ്പിക്കിലും കൃത്യമായ ക്ലാസ്സും അതിൻ്റെ പരീക്ഷകളും അതിൻ്റെ സ്റ്റഡി മെറ്റീരിയലും അവൈലബിൾ ആണ്. പക്ഷെ അങ്ങനെ അല്ലാതെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും എന്നുള്ളത് കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. സോ അവർക്കൂടെ ഹെൽപ്ഫുൾ ആവാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഈ രീതിയിൽ തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ഞാൻ ആ മുൻകൂർ ജാമ്യം എടുക്കുന്നത് ഇത്തിരി ബോറിംഗ് ആയിരിക്കും, ഇത്തിരി ലെങ്തി ആയിരിക്കും, കാരണം ഓരോരോ ടോപ്പിക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം എന്നുള്ളതാണ്. ഇതിലൊരു ഇത്തിരി എന്താ പറയുക, അങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ എനിക്കിതിൽ ഓരോ ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വരും. അതിന് ഞാൻ നിൽക്കുന്നില്ല. മാക്സിമം ഷോർട്ടായി മാക്സിമം ക്രിസ്പായി തന്നെ ഞാൻ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. പക്ഷേ എന്നിരിക്കലും എന്താ പറയുക, ബോറിംഗ് ആയിരിക്കും എന്നുള്ളൊരു മുൻവിധി എന്ത് ചെയ്യണം, ഞാൻ ആദ്യമേ നിങ്ങളോട് പറയണം. ഫിസിക്സിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടെ, ഈ ഓരോരോ സബ്ജക്റ്റിലും ചില ടോപ്പിക്കുകൾ ഞാൻ ഇതുപോലെ ചോപ്പിച്ചിട്ടുണ്ടാവും. അത് ഞാൻ എല്ലാ വട്ടവും മെൻഷൻ ചെയ്യണമെന്നില്ല. പക്ഷേ ഈ ചോപ്പിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ ആ സബ്ജക്റ്റിലെ തന്നെ ഏറ്റവും വെയിറ്റേജ് ഉള്ള, ഏറ്റവും കൂടുതൽ വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഷിഫ്റ്റുകൾ കമ്പയർ ചെയ്യും, മൊത്തം ഷിഫ്റ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ചോപ്പിച്ച ടോപ്പിക്കിന് കൂടുതൽ ചോദ്യം ചോദിച്ചെന്ന് പറയാൻ പറ്റുക. നിങ്ങളുടെ ഒരു ഷിഫ്റ്റിൽ ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, ആ ടോപ്പിക്കിന് ചോദ്യം ഉണ്ടാവണമെന്നില്ല. അതിൽ എന്നെ പ്രാകരുത്, അത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. ഞാൻ ചെയ്യുന്നത് ആ മൊത്തം ഷിഫ്റ്റുകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ചില ടോപ്പിക്കുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ അത്തരം ചോദ്യങ്ങൾ ഓരോ സബ്ജക്റ്റിലെയും അല്ലെങ്കിൽ അത്തരം ടോപ്പിക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ചോപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഞാൻ ചിലപ്പോൾ ഓരോ വട്ടം എടുത്ത് പറയില്ല, അതുകൊണ്ടാണ് ഒരു വട്ടം കൊടുത്ത് പറഞ്ഞത്. ഇനി ഫിസിക്സിൽ നിന്ന് നിങ്ങൾ ആദ്യം പഠിക്കുന്ന ടോപ്പിക്കാണ് മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ്. മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഓരോന്നിൻ്റെ അളവുകൾ, അതിൻ്റെ ന്യൂമറിക്കൽ സംഭവങ്ങളെല്ലാം എന്ത് നിങ്ങൾ പഠിക്കണം. റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്, ബെക്വറലാണ്, അങ്ങനെ ഓരോന്നുണ്ടല്ലോ, ഫോഴ്സ് ന്യൂട്ടൺ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. പിന്നെ നമ്മുടെ മെഗാ, ജിഗ, ടെറ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേതാണ് മോഷൻ ആൻഡ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഈ മോഷൻ ആൻഡ് റെസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നല്ലോണം എന്ത് ചെയ്യാറുണ്ട്, പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. NTPCയിൽ അങ്ങനെ കുറവാണ്, എന്നിരിക്കലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, അല്ലേ, എന്തറിഞ്ഞില്ലെങ്കിലും 3-ാം ചലന നിയമം നമുക്കറിയാം, എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതുപോലത്തെ 3 ചലന നിയമങ്ങളും അതിന്റെ അപ്ലിക്കേഷൻ നിങ്ങൾ പഠിക്കണം. പിന്നെ ഫോഴ്സ്, കുറേ ടൈപ്പ് ഫോഴ്സുകൾ ഉണ്ട് നമുക്കറിയാം, അല്ലേ. ഫ്രിക്ഷൻ ഒക്കെ വൺ ഓഫ് ദി എക്സാമ്പിൾ ആണ്, അത് നിങ്ങൾ പഠിക്കണം.
വർക്ക്, എനർജി, പവർ. പണ്ട് ഏതോ ഒരു ചാപ്റ്റർ സ്കൂളിൽ പഠിച്ച മറന്ന ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും, അത് നിങ്ങൾ പഠിക്കണം. ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, എല്ലാ സാധനവും താഴേക്കാണ് വീഴുന്നത്, അതുമായി ബന്ധപ്പെട്ട ഫോർമുലാസ്, കാര്യങ്ങൾ, അതിന്റെ തിയറി പാർട്ട് നിങ്ങൾ പഠിക്കണം. ഇലാസ്റ്റിസിറ്റി നിങ്ങൾ പഠിക്കണം. ഫ്ലൂയിഡ്സ്, ദ്രാവകങ്ങൾ, അവിടെ നടക്കുന്ന മറ്റേ കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്, നമ്മുടെ പാസ്കൽസ് ലോ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. വേവുകൾ എന്ന് പറയുമ്പോൾ തരംഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് 2-3 പഠിക്കാനുണ്ട്. അതിൽ ഹീറ്റ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ തെർമോഡൈനാമിക്സ് അതിന്റെ കൂടെ പഠിക്കാനുണ്ട്, പിന്നെ ലൈറ്റും സൗണ്ടും എന്ത് ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പിന്നുള്ളതാണ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയെ പറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. അതിന്റെ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മാഗ്നറ്റിസം, കാന്തികതയെ പറ്റി നിങ്ങൾ പഠിക്കണം. പിന്നെ അറ്റോമിക് ഫിസിക്സും ന്യൂക്ലിയർ ഫിസിക്സും, ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഡിസ്കവറീസ്, ആസ്ട്രോണമി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുക സോളാർ സിസ്റ്റത്തെ പറ്റിയാണ്. ഇത് നമ്മൾ ജോഗ്രഫിയിലും കവർ ചെയ്യും, എന്നിരിക്കലും ഇവിടെയും എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. ഇത്രയും ടോപ്പിക്കുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ ഫിസിക്സിന് എന്തായാലും പഠിക്കേണ്ടതുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഒന്ന് ഇച്ചിരി വേഗത്തിൽ പോകുന്നുണ്ട്, എന്നിരിക്കലും ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കണം. ഇതൊരു ലിസ്റ്റ് ഉണ്ടാക്കുക, നിങ്ങളുടെ നോട്ടിന്റെ ഫ്രണ്ടിലോ ബാക്കിലോ എവിടെയെങ്കിലും നിങ്ങൾ പഠിക്കുമ്പോൾ എഴുതി വെക്കുക. എന്നിട്ട് പഠിച്ചു കഴിയുമ്പോൾ ഓരോരോ ടോപ്പിക്കായിട്ട് വിട്ടുക. ആ പഠിച്ചു കഴിഞ്ഞിട്ട് ആ ടോപ്പിക്ക് വെട്ടി അതിന്റെ നോട്ട് തയ്യാറാക്കി അതിന്റെ PYക്ക് കഴിഞ്ഞാൽ ടോപ്പിക്ക് ഇങ്ങനെ വെട്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആഹാ അല്ലെ, ഏതാ മനസ്സുഖം. അങ്ങനെ നിങ്ങൾ ഓരോരോ ടോപ്പിക്കായിട്ട് വെട്ടി മൊത്തം ഇത് തീർക്കുന്ന ഒരു ദിവസം നിങ്ങൾ സിലബസ് പഠിച്ചു തീർത്തു. എന്നിട്ട് അപ്പോൾ GK മൊത്തം തീർന്നുള്ളതാണ്, ഒരിക്കലും തീരുമൊന്നുമില്ലത്. ഇത് മുഴുവൻ മറ്റേ 100 വാങ്ങണമെന്നല്ല ജോലി കിട്ടുന്നത്, നിങ്ങൾക്കറിയാം. 100 വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ജോലി ഇടാൻ. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ തൊട്ടാ കട്ട് ഓഫിന് മേലേക്ക് കയറിയാൽ മതി. അപ്പോൾ ഫിസിക്സ് എന്ന് ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ പഠിക്കണം. ഇനി കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ, നമുക്കറിയാം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അല്ലേ, അതെല്ലാം അതിനകത്ത് വരുന്നത്. പിന്നെ സെപ്പറേഷൻ ഓഫ് മിക്സേഴ്സ്, പല മെത്തേഡ് യൂസ് ചെയ്ത് എന്ത് ചെയ്യും, നമ്മൾ ഈ അവിയൽ പരുവത്തിലിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ക്രോമാറ്റോഗ്രഫി, ഡിസ്റ്റിലേഷൻ, അങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട്, അത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അടുത്തതാണ് കെമിക്കൽ റിയാക്ഷൻസ്. കുറേ ടൈപ്പ് റിയാക്ഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. ആ റിയാക്ഷൻസ് ഓരോന്നും അതിന്റെ എക്സാമ്പിളും എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ബോണ്ടുകൾ നമുക്കറിയുന്നതാണ്, കൊവാലൻ ബോണ്ട്, അയോണിക് ബോണ്ട് അല്ലേ, എല്ലാം അറിയുന്ന ടേംസ് ആണ്. പക്ഷെ കുറച്ചും കൂടെ ഇൻഡെപ്തിലും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടും കുറച്ചും കൂടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിലും എന്ത് ചെയ്യണം, നമുക്ക് മനസ്സിലാക്കണം. അതൊക്കെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ടിൽ പഠിക്കാനുള്ളത്. ഗ്യാസ് ലോസ്, വാതക നിയമങ്ങൾ, ചാൾസ് ലോ, ബോയിൽസ് ലോ, അവോഗാഡ്രോസ് ലോ, എല്ലാം എന്ത് ചെയ്യുന്നതാണ്, നമുക്ക് അറിയുന്നതാണ്. അതൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മളിവിടെ പഠിക്കേണ്ടതുണ്ട്. ആസിഡ്സ് ആൻഡ് ബേസസ് അറിയാം, pH വാല്യൂ, pH സ്കെയിലൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. പീരിയോഡിക് ടേബിളിന്റെ പ്രോപ്പർട്ടീസ്, താഴോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും, മേലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും, സൈഡ് പോകുമ്പോൾ എന്ത് സംഭവിക്കും, മൊത്തം എത്ര എലമെന്റ് ഉണ്ട്, ഓരോന്നിന്റെയും സിമ്പിൾ എന്താണ്, അതിന് വേറെ വല്ല കാര്യങ്ങളുണ്ടോ, എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, നമ്മളിവിടെ പഠിക്കും. മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് അതിനകത്ത് വരുന്നത് തന്നെയാണ്. എന്നിരിക്കലും ലോഹങ്ങളെ പറ്റിയും ലോഹങ്ങളല്ലാത്തവയെ പറ്റിയും അതിലെ പ്രധാനപ്പെട്ട VIPകളെ പറ്റിയും എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. മെറ്റലർജിയും അലോയ്സും, എങ്ങനെയാണ് ഈ ലോഹങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് മെറ്റലർജി. അതിൽ പലതും കൂടിച്ചേരുമ്പോൾ രണ്ടോ അതിലധികമോ മെറ്റൽസ് കൂടിച്ചേരുമ്പോൾ അലോയ്കൾ ഉണ്ടാവുന്നുണ്ട്. ആ അലോയ്സ് എന്താണെന്ന് നമ്മൾ പഠിക്കണം. പിന്നെ കാർബൺ, തമ്പുരാനാണ്, ഓർഗാനിക് കെമിസ്ട്രിയുടെ ആളാണ്, അതിലും എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. സൊല്യൂഷൻസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇലക്ട്രോ കെമിസ്ട്രി, ഫ്യൂവൽസ്, ഓരോരോ ഫ്യൂവലിനെ പറ്റി നമ്മൾ പഠിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ഒക്ടേൻ നമ്പർ പോലത്തെ ടെക്നിക്കൽ ടേംസ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ അറിയണം. പിന്നെ നമ്മുടെ നിത്യജീവിതത്തിലെ കെമിസ്ട്രി, നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ്, നമ്മുടെ ഡിറ്റർജന്റ്, നമ്മുടെ ഹാർഡ് വാട്ടർ, അതുപോലുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യും, നിത്യജീവിതത്തിലെ കെമിസ്ട്രിയിൽ പഠിക്കണം. പൊല്യൂഷൻ, സ്മോഗ് പോലത്തെ പ്രോസസ്സുകളൊക്കെ ഉണ്ട്, നമ്മുടെ ചുറ്റും നടക്കുന്ന പലതരത്തിലുള്ള പൊല്യൂഷൻസ് ഉണ്ട്, അത് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കണം. മാനുഫാക്ചറിങ് പ്രോസസ് ആൻഡ് ഡിസ്കവറീസ്, പല സാധനങ്ങൾ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സിന് എന്തുണ്ട്, കൃത്യമായ പേരുകളുണ്ട്. ഹേബർ പ്രോസസ് ഒക്കെ എന്തുണ്ട്, അങ്ങനെ കുറേ പേരുകളുണ്ട്. ഡൗസ് പ്രോസസ്, അങ്ങനെ കുറേ പേരുകളുണ്ട് ഓരോ സാധനം ഉണ്ടാക്കാൻ, അത് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ, ആരാണ് കണ്ടുപിടിച്ചെന്നുള്ളത്, അത് ഫിസിക്സിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസ്ട്രുമെന്റ്സും ഡിസ്കവറീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോപ്പിച്ചത് മറക്കരുത്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ മാനുഫാക്ചറിങ് പ്രോസസ്സും ഡിസ്കവറീസും പഠിക്കണം. പിന്നെ കെമിസ്ട്രി ഫാക്ട്സ് ഉണ്ട്, കെമിക്കൽ നെയിംസ് ഉണ്ട്. ഇപ്പോൾ പലതിനും ഇപ്പോൾ ബേക്കിംഗ് സോഡ, വാഷിംഗ് സോഡ, ഓരോരോ വിളിപ്പേരുകളുണ്ട്. അപ്പോൾ അതിന്റെ കൃത്യമായ ഫോർമുല എന്താണ്, അതിന്റെ യൂസ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കണം. ഇതൊക്കെ നിങ്ങൾ പലതും എവരിഡേ ലൈഫിലും പഠിക്കും, പിന്നെ നിങ്ങൾ എവിടെയും പഠിക്കും. കെമിക്കൽ നെയിംസിലും എന്ത് ചെയ്യും, നിങ്ങൾ പഠിക്കും. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കെമിസ്ട്രിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതാണ്, ബയോളജിയാണ്. ബയോളജിയിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ടോപ്പിക് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. കിങ്ഡം മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്, അനിമാലിയ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ട് പേടിക്കേണ്ട. അതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അങ്ങനെ ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ അനിമൽ കിങ്ഡത്തിൽ തന്നെ കുറേ ഫൈലംസും കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കാണ്ട്, അതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സെൽ അല്ലെങ്കിൽ കോശം എന്ന് പറയുന്നത്. സെൽ ഓർഗനൽസിനെ പറ്റിയില്ലേ, മൈറ്റോകോൺട്രിയ, ഗോൾജി ബോഡി എന്നൊക്കെ പറഞ്ഞ് കുറേ, ലൈസോസം എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനെപ്പറ്റി ഓരോന്നിനെ പറ്റിയും എന്ത് ചെയ്യേണ്ടതുണ്ട്, വിശദമായി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ ജെനറ്റിക്സിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ 5 കിങ്ഡത്തിൽ പ്ലാന്റ്സ് എന്താണ്, എങ്ങനെയാണ്, അതിൽ ആരൊക്കെയാണ് വരുന്നത്, ബ്രയോഫൈറ്റ്, തലോഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. പ്ലാന്റ് മോർഫോളജി, ഒരു പ്ലാന്റിൽ എന്തൊക്കെ ഉണ്ട്, അതിൽ എന്തൊക്കെയാണ്, അതിൽ ഭക്ഷണം കിട്ടുന്നത് എങ്ങനെയാണ്, അവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അവർ കഴിക്കുന്നത് എങ്ങനെയാണ്, അതിൽ ഓർഗൻസ് എങ്ങനെയാണ് അല്ലേ, നമുക്ക് മറ്റേ കരളുണ്ട്, ത്വക്കുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ഭാഗങ്ങൾ നമ്മൾ പഠിക്കണം. പിന്നെ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്, പോളിനേഷൻ, പരാഗണമൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതുപോലെ വിത്ത്, പഴം, അങ്ങനെ
അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. പ്ലാന്റ് ഹോർമോൺസ്, നമ്മുടെ ശരീരത്തിലുള്ള പല ഹോർമോൺസ് പോലെ പ്ലാന്റിനും അത് പഴം പഴുക്കാനും ഇല വീഴാനും ഇല ഉണ്ടാവാനും അത് സൂര്യപ്രകാശം നോക്കി വളരാനൊക്കെ കാരണമാവുന്ന പലതരത്തിലുള്ള ഹോർമോണുകളുണ്ട്. അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം. പ്ലാന്റ് ടിഷ്യൂസ് എഗെയിൻ നമ്മളെ പറ്റി പറയുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ടിഷ്യൂസ് പോലെ സ്ക്ലിറൻ ഗൈമ, കോളൻ ഗൈമ, പാരൻ ഗൈമ എന്നൊക്കെ പറഞ്ഞ് കുറേ പ്ലാന്റ് ടിഷ്യൂസ് ഉണ്ട്. അതും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. പിന്നെ ട്രോപ്പിസം, പല പല കാര്യങ്ങളുണ്ട്. പ്ലാന്റിന് വേണ്ട ന്യൂട്രിയൻസ്, പ്ലാന്റിന് വരുന്ന അസുഖങ്ങൾ, എക്കോളജിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ എൻവിറോൺമെന്റുമായി ബന്ധപ്പെട്ട യൂട്രോഫിക്കേഷൻ പോലുള്ള കുറേ പ്രോസസ്സുകളുണ്ട്. ബോട്ടണി ഫാക്ട്സ് എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടണി എന്ത് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് പ്രധാനമായിട്ടും, അല്ലെങ്കിൽ പ്ലാന്റിനെ പറ്റി പഠിക്കുമ്പോൾ ബോട്ടണി അറിയാലോ, സസ്യങ്ങളെ പറ്റിയിട്ടുള്ള ശാസ്ത്രശാഖയാണ്. അതിനെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ഈ പറഞ്ഞ ഇത്രയും ടോപ്പിക്കുകളാണ്. ആദ്യത്തെ ഈ 3 കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. ഇത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ബോട്ടണി കഴിഞ്ഞു എങ്ങോട്ട് വരണം, സുവോളജിയിലോട്ട് വരണം. ഞാൻ ഈ പറഞ്ഞ പോലെ ആനിമൽ കിങ്ഡത്തിലേക്ക് നമ്മൾ കിടക്കും. നമ്മുടെ ടിഷ്യൂസിനെ പറ്റി നമ്മൾ പഠിക്കും, സെൻസ് ഓർഗൻസിനെ പറ്റി നമ്മൾ പഠിക്കും അല്ലേ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, ചെവി, മൂക്ക്, അങ്ങനെയുള്ള പഞ്ചേന്ദ്രിയങ്ങളെ പറ്റി എന്ത് ചെയ്യും, നമ്മൾ ഓരോന്നായിട്ട് പഠിക്കും. പിന്നെ നമ്മൾ ഹ്യൂമൻ ബോഡിയെ പറ്റി പഠിക്കും. ഹ്യൂമൻ ബോഡിയിൽ വരുന്ന തന്നെയാണ് സെൻസ് ഓർഗൻസ്. പക്ഷെ പൊതുവെ ഹ്യൂമൻ ബോഡി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഡിഫറൻറ്റ് സിസ്റ്റംസ്, സർക്കുലേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ, അതിനെപ്പറ്റി നമ്മൾ പഠിക്കും. ആൻഡ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്നൂടെ ഓർത്ത് വയ്ക്കുക. ഹ്യൂമൻ ബ്ലഡിനെ പറ്റി നമ്മൾ പഠിക്കും. നമ്മുടെ ഡിഫറെൻറ്റ് വൈറ്റമിൻസ് എ, ബി, സി, അങ്ങനെ കുറേ വൈറ്റമിൻസ് ഉണ്ട്. അവരുടെ കെമിക്കൽ നെയിംസ്, ഓരോന്നിൻ്റെയും സോഴ്സസ്, ഓരോന്നിൻ്റെയും യൂസ്, അതല്ലാത്ത മിനറലുകൾ, അയൺ, സിങ്ക് എന്നൊക്കെ പോലുള്ള നമ്മുടെ ഡിഫറെൻറ്റ് മിനറൽസിനെ പറ്റിയും എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും. പിന്നെ നമുക്ക് വരുന്ന അസുഖങ്ങൾ, അത് ബാക്ടീരിയ കോസിംഗ് ഉണ്ട്, വൈറസ് കോസിംഗ് ഉണ്ട്, പ്രോട്ടോസോവ കോസിംഗ് ഉണ്ട്. അത് ഓരോന്നും എടുത്തത് ഏതാണ്, ഏത് ബാക്ടീരിയാണ് ഉണ്ടാക്കുന്നത്, ഏത് വൈറസാണ് ഉണ്ടാക്കുന്നത്, അസുഖങ്ങൾക്ക് വിളിപ്പേരുകളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കും. പിന്നെ നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പല്ലിനെ പറ്റി, ആ പല്ലിനെ പറ്റിയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ബയോളജിയിൽ പഠിക്കുന്നത്. അപ്പോൾ ബയോളജിയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് എന്നുകൂടെ ഓർത്ത് വയ്ക്കുക. ഇനിയുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ആൻഷ്യന്റ് ഇന്ത്യ, മെഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, പുരാതന ഇന്ത്യ, മധ്യകാല ഇന്ത്യ, ആധുനിക ഇന്ത്യ എന്നിങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഷ്യന്റ് ഇന്ത്യയിൽ നമ്മൾ തുടങ്ങുന്നത് സ്റ്റോൺ ഏജിൽ നിന്നാണ്. ശിലായുഗത്തിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ തുടങ്ങും. സ്റ്റോൺ ഏജിൽ നിന്ന് നമ്മൾ തുടങ്ങിയിട്ട് മധ്യകാല ഇന്ത്യയുടെ തുടക്കം വരെ, ഒരു 700 AD വരെ, 700 CE വരെയുള്ള കാലഘട്ടങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ആൻഷ്യന്റ് ഇന്ത്യയിൽ നമ്മൾ പഠിക്കും. സ്റ്റോൺ ഏജ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ, നമ്മുടെ വേദകാലഘട്ടം, മഹാജനപദാസ്, ഹരിയങ്ക, ശിശുനാഗ, നന്ദ, മൗര്യ, ശുംഗ, അങ്ങനെ ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല. അങ്ങനെ കുറച്ചധികം ഡൈനാസ്റ്റീസിനെ പറ്റി എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം നമ്മൾ ആൻഷ്യന്റ് ഇന്ത്യയിൽ പഠിക്കും. മെഡീവൽ ഇന്ത്യയിലോട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഒന്ന് ഡൽഹി സുൽത്താനേറ്റ്, നമ്മുടെ അടിമ, ഖിൽജി, തുഗ്ലക്ക്, സയ്യിദ്, ലോധി പോലുള്ള ഡൽഹി സുൽത്താനേറ്റിലെ കുറച്ച് ഡൈനാസ്റ്റീസിനെ പറ്റി നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ മുഗളന്മാരെയും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ പഠിക്കാനുണ്ട്. കാരണം ഈ മെഡീവൽ ഇന്ത്യയുടെ അവസാനത്തോടുകൂടെ യൂറോപ്യന്മാരുടെ വരവൊക്കെ ഉണ്ട്. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ വരും. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. പിന്നെ നമ്മൾ മോഡേൺ ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം തൊട്ട് 1947 നമുക്ക് ഫ്രീഡം കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മോഡേൺ ഇന്ത്യയിൽ പഠിക്കണം. കേരള PSCയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞ 1947 കഴിഞ്ഞുള്ള പീരീഡോടെ വേണം. പക്ഷെ ഇപ്പോൾ ഫോർച്ചുനേറ്റ്ലി നമുക്ക് SSCയിലും RRBയിലും എന്ത് ചെയ്യാറില്ല, ഈ മോഡേൺ ഇന്ത്യ എന്ന് പറയുമ്പോൾ 47 സ്വാതന്ത്ര്യം കിട്ടുന്നതോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആസ് ഓഫ് നോ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാൻ പറ്റുന്നുണ്ട്. വേറെ കുറേ കാര്യങ്ങളുണ്ട്, 5 ഇയർ പ്ലാൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾ എക്കണോമിക്സിൽ നിങ്ങൾ പഠിക്കും. ആ പേഴ്സ്പെക്റ്റീവിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതല്ലാതെ ഇവിടെ എന്ത് ചെയ്യേണ്ടതില്ല, ചരിത്രത്തിന്റെ ഹിസ്റ്ററിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ജോഗ്രഫിയിലോട്ട് വന്നു കഴിഞ്ഞാൽ 2 ജോഗ്രഫി പഠിക്കണം. ലോകത്തിന്റെ ജോഗ്രഫിയും പഠിക്കണം, ഇന്ത്യൻ ജോഗ്രഫിയും പഠിക്കണം. അതിൽ വേൾഡ് ജോഗ്രഫിയിൽ നമ്മുടെ പ്രപഞ്ചത്തെ പറ്റി, നമ്മുടെ യൂണിവേഴ്സിനെ പറ്റി, അതിൽ വരുന്ന സ്റ്റാർസ്, സോളാർ സിസ്റ്റം, നമ്മുടെ സണ്ണും ബാക്കിയുള്ള പ്ലാനറ്റുകളും, ഭൂമിയുടെ ഒറിജിൻ, പിന്നെ നമുക്കറിയാം ലാറ്റിറ്റ്യൂഡുകളുണ്ട്, ലോങ്ങിറ്റ്യൂഡുകളുണ്ട് അല്ലേ, വരകളുണ്ട്, ഇമാജിനറി ലൈൻസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, ഫോർ എക്സാമ്പിൾ ടൈം സോൺസ് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. പിന്നെ ഭൂമിയുടെ റൊട്ടേഷനും റെവല്യൂഷനും അതുകൊണ്ടുണ്ടാകുന്ന നമ്മുടെ സീസണുകളും എങ്ങനെയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ പഠിക്കണം. എക്ലിപ്സ്, ഗ്രഹണത്തെ പറ്റി പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണമൊക്കെ നമുക്ക് മനസ്സിലാവണം. ഒറിജിൻ ഓഫ് എർത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി, നമുക്കറിയാം നമ്മളെല്ലാവരും പണ്ടൊരു ഒറ്റ വലിയ കൻകരയും ഒരു വലിയ കടലുമായിരുന്നു. അതിന്നിങ്ങനെ വിണ്ടുപോയി സ്പ്ലിറ്റ് ആയി പോയിട്ടാണ് ഇന്നീ കാണുന്ന ഭൂഖണ്ഡങ്ങളും ഇന്നീ കാണുന്ന രീതിയിലുള്ള കടലുകളും എല്ലാം ഉണ്ടായത്. അപ്പോൾ അത് ആൽഫ്രഡ് വെഗ്നറും അങ്ങനെയുള്ള കുറേ ആളുകൾ പ്രപ്പോസ് ചെയ്ത തിയറീസ് ഒക്കെ വരുന്ന അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് കാര്യങ്ങൾ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയിൽ പഠിക്കണം. സീ ഫ്ലോർ സ്പ്രെഡിങ്ങിനെ പറ്റി പറയണം. പ്ലേറ്റ് ടെക്ടോണിക്സ്, എക്സോജനിക് ആൻഡ് എൻഡോജനിക് ഫോഴ്സ്, ഭൂമികുലുക്കം, വോൾക്കാനോസ്, അഗ്നിപർവ്വതങ്ങൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സ്, അറ്റ്മോസ്ഫിയർ, അതിലെ ലെയേഴ്സ്, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ലെയേഴ്സ്, കാറ്റിനെ പറ്റി പഠിക്കണം. കണ്ടൻസേഷൻ ആൻഡ് ക്ലൗഡ്സ്, പലതരത്തിലുള്ള മേഘങ്ങളുണ്ട് അല്ലേ, അതിനെപ്പറ്റി നിങ്ങൾ പഠിക്കണം. നമ്മുടെ കടൽ
കടലുകളെ പറ്റി, സമുദ്രങ്ങളെ പറ്റി പഠിക്കണം. അതിൽ തന്നെ കോറൽ റീഫ്സ്, വേവ്സ്, ടൈഡ്സ് പഠിക്കണം. പിന്നെ സ്ട്രേറ്റുകളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രേറ്റുകളെ പറ്റിയും എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും എന്തെന്ന് പഠിക്കണം, വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. ഒരു പക്ഷേ ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഇത്രയൊക്കെ പഠിക്കാനുണ്ടോ എന്നുള്ളത് തോന്നാം. പക്ഷേ ഇതൊന്നും നമ്മൾ എന്താ പറയുക അത്ര പണിയുള്ള കാര്യമല്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ ടോപ്പിക്കായിട്ട് നിങ്ങൾ സ്ട്രൈക്ക് ഡൗൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ മക്കളെ ഇത് ഒരു ഈസി പ്രോസസ്സാണ്. അങ്ങനെ നിങ്ങളിപ്പോൾ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ ഇത്രയൊക്കെ ഉണ്ടോ എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ അങ്ങനെ ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിക്കുമ്പോൾ അത് അതിൻ്റെ ഡബിൾ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഒരാൾ അപ്പുറത്തുണ്ട്. നമ്മൾ ഈ ഹിന്ദിക്കാരെ നിങ്ങളിടയ്ക്ക് പറയുന്ന കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവന്മാർ മറ്റേതിന് ഒരുമിട്ട് ഇറങ്ങിയേക്കുക എന്നുള്ളത്. അതൊരു നല്ല കാര്യമില്ല. അവരതിന് വേണ്ടി അത്രയും കട്ടയ്ക്ക് പണിയെടുക്കില്ല. അപ്പോൾ നമ്മൾ അവർക്ക് ആ കോമ്പറ്റീഷൻ കൊടുക്കുകയല്ലേ വേണ്ടത്. നിങ്ങൾ ഒരു വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ ആലോചിക്കുന്ന ഒരു ടൈം ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ ആലോചിക്കുക. ഉറപ്പായിട്ടും അത് വേണമെന്ന് പറഞ്ഞ് കട്ടയ്ക്കിരുന്ന് പണിയെടുക്കുന്ന മറ്റൊരാൾ അപ്പുറത്തുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോട്ടിവേഷനും കാര്യമൊക്കെ എന്ത് ചെയ്തോളും, വന്നോളൂ. പിന്നെ ഇത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു ജോലി എന്നുള്ളത് നമ്മുടെ എന്താ പറയുക ജീവവായു പോലെ ആവശ്യമുള്ള സാധനമാണ്. എല്ലാ വീട്ടിലും നല്ല ഫുഡൊക്കെ ഉണ്ട്, നല്ല സ്റ്റേ ഒക്കെ ഉണ്ട്, അച്ഛനമ്മയൊക്കെ അത്യാവശ്യം സെറ്റിൽഡ് ആണ്, പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല, ജീവിച്ച് പോകാനുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അത്ര ഒരു അത്യാവശ്യമായിട്ട് തോന്നില്ല. പക്ഷെ ഞാൻ പറയില്ല ജീവവായു പോലെ എന്നാണ് ഞാൻ പറയുന്നത്. അത്രയും നമുക്കിത് കിട്ടിയേ പറ്റൂ, ഇതല്ലാതെ എൻ്റെ മുമ്പിൽ വേറെ സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇട്ടാലേ നടക്കുള്ളൂ. ഞാൻ ഈ പറയുന്നതും കേട്ട് മോട്ടിവേറ്റഡ് ആവണ്ട. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന മോട്ടിവേഷൻ അല്ല മറ്റേ കാറ്റുകൂതി വിറിപ്പിച്ച ബലൂൺ പോലെ 2 ദിവസം കഴിഞ്ഞ് അതിൻ്റെ കാറ്റ് പൊക്കോളും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ഫയർ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ തീ കത്താതെ നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇത് നേടിയെടുക്കാനായിട്ട് പറ്റും. അതിനുവേണ്ടി നിങ്ങൾ തന്നെ പണിയെടുക്കണം. അല്ലാതെ ഞാൻ മോട്ടിവേറ്റ് ചെയ്തിട്ടൊന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ആർക്കും ജോലി കിട്ടാൻ പോകുന്നില്ല. മോട്ടിവേഷനൊക്കെ വെറും പറ്റിപ്പ് പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് എന്ത് ചെയ്യുക, വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഇനി ഇന്ത്യൻ ജോഗ്രഫിയിലോട്ട് വരുമ്പോൾ ബേസിക് ഫാക്ട്സ്, നമ്മുടെ ഇന്ത്യയുടെ വലിപ്പം എത്രയാണ്, നോർത്ത് ആരാണ്, സൗത്ത് ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യയിൽ നമ്മൾ പഠിക്കണം. ഇത് ഇന്ത്യ ഫാക്സിലും എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ പഠിപ്പിക്കുന്നുണ്ട് സ്ട്രാറ്റജി കെയിൽ. പക്ഷേ ഇത് ജോഗ്രഫിയിൽ നിങ്ങൾക്ക് വേണ്ടി കവർ ചെയ്യുന്നത് ദാസനായിരിക്കും. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എവിടെ നിന്നാണോ പഠിക്കുന്നത്, എവിടെ നിന്നായാലും ഇന്ത്യ ബേസിക് ഫാക്ട്സ് നിങ്ങൾ പഠിക്കുക. പിന്നെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ, കരതിർത്തികളതും കടലതിർത്തികളതും എല്ലാം നോക്കണം. പിന്നെ നമുക്ക് നമ്മുടെ ഫിസിയോഗ്രഫി പഠിക്കുമ്പോൾ ഹിമാലയാസ്, അതിൽ 3 ഭാഗങ്ങളാണ്, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, അത് 3ഉം പഠിക്കണം. നോർത്തേൺ പ്ലെയിൻസിനെ പറ്റി പഠിക്കണം. പെനിൻസുലാർ പ്ലാറ്റ്യൂസിനെ പറ്റി പഠിക്കണം. കോസ്റ്റൽ പ്ലെയിൻസിനെയും ഐലൻഡ്സിനെയും പറ്റി പഠിക്കണം. പിന്നെ റിവർ സിസ്റ്റത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡസ് റിവർ സിസ്റ്റം ഉണ്ട്, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര റിവർ സിസ്റ്റം എന്ത് ചെയ്യണം, പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ചോപ്പിക്കാൻ വിട്ടുപോയതാണ് ഗംഗയും ബ്രഹ്മപുത്രയും. റിവർ സിസ്റ്റം എന്താണ്, എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പെനിൻസുലാർ റിവേഴ്സ്, നമ്മുടെ ക്ലൈമറ്റ്, നമ്മുടെ സീസൺസ്, നമ്മുടെ ക്ലൈമറ്റ്, ഇന്ത്യക്കാരുടെ ക്ലൈമറ്റും ഇന്ത്യക്കാരുടെ സീസൺസും. നേരത്തെ പറഞ്ഞത് ലോകത്തിൽ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ ഇന്ത്യയിലെ കാടുകളെ പറ്റി പഠിക്കണം. അതിൽ നമ്മളെ നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാഞ്ചുറിയും കാര്യങ്ങളും എല്ലാം പഠിക്കും. സോയിൽസ് ഓഫ് ഇന്ത്യ, അതുപോലെ അതിലുണ്ടാകുന്ന ക്രോപ്പുകൾ, ഇന്ത്യയിലെ മിനറൽസും ഇതിൽ പഠിക്കണം, നിങ്ങൾ ജോഗ്രഫിയിൽ പഠിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. വേൾഡ് ജോഗ്രഫിയും എന്ത് ചെയ്തു, ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി എക്കണോമിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ധാരണയില്ലാത്തൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ആ ടോപ്പിക്കുകൾ ഞാൻ എന്താ പറയുക, ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഞാൻ ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. ബേസിക് കോൺസെപ്റ്റ്സ്, അതിൻ്റെ ബ്രാഞ്ചസും സെക്ടേഴ്സും, പിന്നെ സപ്ലൈ ആൻഡ് ഡിമാൻഡ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GDP, GNP, NDP, NNP എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയിൽ, ആൻഷ്യൻ ഇന്ത്യയിലും മെഡീവൽ ഇന്ത്യയിലും ടാക്സിൻ്റെ ചരിത്രം, അത് കുറേയൊക്കെ ഹിസ്റ്ററിയിൽ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. കാരണം ഓരോ രാജാക്കന്മാർ ഓരോ രീതിയിലുള്ള ടാക്സ് സിസ്റ്റം ആണ്. അവിടെയും നമ്മൾ പറയുന്നുണ്ട്, ഇവിടെയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു ടാക്സേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നത്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സിസ്റ്റംസ് ഉണ്ടല്ലോ. അത് 1991 ന്യൂ എക്കണോമിക് പോളിസി, നമ്മുടെ പബ്ലിക് സെക്ടറിലുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കണം. പിന്നെ MSME, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിനെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഓപ്പൺ വേഴ്സസ് ക്ലോസ്ഡ് എക്കണോമി, പിന്നെ നമ്മുടെ കമ്പാരിറ്റീവ്ലി പുതുതായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST പറ്റി പഠിക്കണം. എക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ, പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ്, 5-year പ്ലാൻസ്. ഇത് ഞാൻ ചോപ്പിക്കാൻ വിട്ടുപോയതാണ്. ഇത് ചോപ്പിക്കല്ല, മറ്റേ ചോപ്പിക്കേണ്ട സാധനമാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരും. വിട്ടുപോയതാണ് മക്കളെ, അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഓർക്കുക. പോവർട്ടി ആൻഡ് ടൈപ്സ്, അൺഎംപ്ലോയ്മെന്റ്, മണി ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്കിങ്ങിനെ പറ്റിയും RBI പറ്റിയും പഠിക്കണം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറ്റി പഠിക്കണം. ബഡ്ജറ്റ് ലേറ്റസ്റ്റ് അടക്കം നിങ്ങൾ അതിനകത്ത് നിന്ന് നോക്കിയിട്ടുണ്ടാവണം. ഇന്റർനാഷണൽ ഏജൻസീസ് ആൻഡ് ട്രേഡും ഏതെന്ന് നോക്കിയിട്ടുണ്ടാവണം. എക്കണോമിക്സ് നോക്കിയിട്ടുണ്ടാവണം. ഇന്ത്യൻ പൊളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം കമ്പനി ഭരണം 1773 to 1858 നടക്കുന്ന പല ആക്ടുകൾ, റെഗുലേറ്റിംഗ് ആക്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ക്രൗൺ റൂൾ, പിന്നെ വരുന്നത് കിരീട ഭരണം അല്ലേ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1857 അല്ലെങ്കിൽ 1858 എന്ത് ചെയ്യുന്നുണ്ട്, കിരീട ഭരണത്തിലേക്ക് മാറുന്നുണ്ട്. സ്വാതന്ത്ര്യം കിട്ടുന്നവരെയുള്ള കാര്യം ക്രൗൺ റൂൾ ആയിട്ട് നോക്കണം. പിന്നെ നമുക്ക് ഭരണഘടന ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആരൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു പരിപാടി, ഓരോരോ ലാൻഡ് മാർക്കുകൾ നിങ്ങൾ നോക്കണം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് നോക്കണം. നമ്മൾ കുറേ സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പല കാര്യങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് അല്ലേ. കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും എല്ലായിടത്തും നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കണം. പ്രിയാമ്പിൾ, നമ്മുടെ ആമുഖത്തിലുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾ സംസാരിക്കണം. അതൊക്കെ ഒരു ക്ലാസ് ആട്ടോ, അത്രയും കാര്യങ്ങൾ അതൊന്നും അറിയാറുണ്ട്. അതിൻ്റെ ഷെഡ്യൂൾസും പാർട്സ് നിങ്ങൾ സംസാരിക്കണം, അതിനെപ്പറ്റി പഠിക്കണം. യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നോക്കണം.
ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, പിന്നെ നമ്മുടെ ഗവൺമെന്റ്, സിസ്റ്റം ഓഫ് ഗവൺമെന്റ്, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, വൈസ് പ്രസിഡന്റ്, ബാക്കിയുള്ള മിനിസ്റ്റേഴ്സ്, അതിന്റെയൊക്കെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. പാർലമെന്റ്, അതിന്റെ സെഷൻസും പ്രൊസീജിയേഴ്സും മനസ്സിലാക്കണം. ബില്ലുകളെ പറ്റി അറിയണം. ജുഡീഷ്യറി, നമ്മുടെ സുപ്രീം കോർട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ ചീഫ് ജസ്റ്റിസിന്റെ പരിപാടികൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയണം. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ വരുന്ന അഡ്വക്കേറ്റ് ജനറൽ, ഇലക്ഷൻ കമ്മീഷൻ, UPSC, PSC പോലത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും എന്ത് ചെയ്യണം അറിയണം. അതേപോലെ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും കുറച്ച് മനസ്സിലാക്കാണ്ട് നീതി ആയോഗ്, NHRC, ലോക്പാൽ, ലോകായുക്ത തുടങ്ങിയ കാര്യങ്ങളും എന്ത് ചെയ്യണം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം പൊളിറ്റിയിൽ നിന്ന് പഠിക്കണം. പൊളിറ്റി എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, നന്നായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷെ ഇതിനെ അല്ലാതെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഇനി സ്റ്റാറ്റിക് GK. സ്റ്റാറ്റിക് GKയിൽ ഇന്ത്യ ഫാക്ട്സ് ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കണം. ഇത് നമ്മൾ എങ്ങനെയാണ് ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും എല്ലാ യൂണിയൻ ടെറിട്ടറിയും എടുത്തിട്ട് അതിൽ ഓരോന്നിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ കവർ ചെയ്ത് പോകണം. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതങ്ങനെ കവർ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹിസ്റ്ററിയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, ജോഗ്രഫിയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഇതെല്ലാം ഒരു കൃത്യമായിട്ട് ഒരു 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 കുടക്കീഴിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇന്ത്യ ഫാക്ട്സ് എന്നുള്ള പേരിൽ കിട്ടുകയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഞാൻ NTPC പഠിക്കുന്ന സമയത്ത് ഞാൻ ഇന്ത്യ ഫാക്ട്സ് പഠിക്കാതെ പോയിട്ടാണ് ടയർ 2 ഒക്കെ എഴുതിയത്. അത് കിട്ടിയ എന്തോ ഭാഗ്യം കൊണ്ട്. പക്ഷേ എനിക്കൊരു സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി തന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഞാൻ ഇന്ത്യ ഫാക്ട്സ് വരെ പഠിച്ചിട്ടേ പോകുന്നുള്ളത്. കാരണം എനിക്ക് ഉറപ്പായിരുന്നു, ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ, ഞാൻ ഓഫ്ലൈനൊക്കെ എടുക്കുമ്പോൾ ഞാൻ കുട്ടികളോട് പറയുന്നു, നിങ്ങൾ എന്തായാലും ഇന്ത്യ ഫാക്ട്സ് പഠിക്കണം. കാരണം നമ്മൾ വാങ്ങുന്ന മാർക്കിൽ നിന്ന് ഒരു 3 to 4 മാർക്സ് എക്സ്ട്രാ വാങ്ങാൻ ഇന്ത്യ ഫാക്ട്സ് മാത്രം പഠിച്ചാൽ നമുക്ക് പറ്റും. ഇനി ഒരു 2 to 3 എന്തായാലും പറ്റും. കാരണം അങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിലുണ്ടാവും. അത് ചിലപ്പോൾ നമ്മൾ ഹിസ്റ്ററിയിൽ കാണുമ്പോഴോ ജോഗ്രഫിയിൽ കാണുമ്പോഴോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കാണുമ്പോഴോ നമ്മൾ അതിന് വേണ്ടുന്ന പ്രാധാന്യം കൊടുക്കണമെന്നില്ല. പക്ഷെ അത് കൃത്യമായിട്ട് ഇന്ത്യ ഫാക്ട്സിനുണ്ടല്ലോ നമ്മൾ പഠിക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തെ പറ്റി മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും. അതിൽ എന്ത് വേണമെങ്കിലും ആവട്ടെ, ആ സംസ്ഥാനത്തിലെ GI ടാഗ് എന്താണ്, അവിടെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം എന്താണ്, അവർ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതാണ്, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റ് ഏതാണ്, ഒക്കെ പോട്ടെ സംസ്ഥാനത്തിന്റെ ക്യാപിറ്റൽ സിറ്റി ഏതാണ് എന്നുള്ള കാര്യങ്ങൾ വരെ എന്ത് ചെയ്യാം അതിനകത്ത് വരാം. പിന്നെ ഓഫ് കോഴ്സ് അവരുടെ ഡാൻസുകൾ, അവരുടെ ഫെസ്റ്റിവൽസ്, അതുപോലുള്ള കാര്യങ്ങളും എന്ത് ചെയ്യും അതിനകത്ത് വരും. അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് അതിനകത്ത് വരും. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുന്നു, ഇന്ത്യ ഫാക്ട്സിൽ വരുന്നു. നാഷണൽ പാർക്സും അതുപോലെ നമ്മൾ പഠിക്കുന്നു. സ്പോർട്സ് ഫാക്ട്സ്, ഓരോരോ ഗെയിം എടുത്ത് അതിൽ എത്ര പ്ലേയേഴ്സ് ആണുള്ളത്, ഓരോന്നിൻ്റെയും ടെക്നിക്കൽ ടേംസ്, ഇതിപ്പം ഓരോരോ വാക്ക് തന്നിട്ട് ഇത് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, പിച്ചിന്റെ നീളം എത്രയാണ്, അല്ലെ, കോർട്ടിന്റെ വലിപ്പം എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് സ്പോർട്സ് ഫാക്ട്സിൽ വരുന്നത്. പിന്നെ ഫസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് വേൾഡ്, ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരു കാര്യം അച്ചീവ് ചെയ്ത ആളുകൾ, ലോകത്തിൽ നിന്ന് അച്ചീവ് ചെയ്ത ആളുകൾ, അത് പഠിക്കണം. പിന്നെ ഇന്ത്യയുടെ പ്രസിഡന്റ്സും പ്രൈം മിനിസ്റ്റേഴ്സും. പൊളിറ്റിയിൽ നമ്മൾ പഠിച്ചതിന്റെ ടെക്നിക്കൽ സൈഡാണ്, എങ്ങനെയാണ് പ്രസിഡന്റ്, എന്താണ് പ്രൈം മിനിസ്റ്റർ എന്നുള്ളതാണ്. ഇത് ഇത്രയും കാലത്തെ നമ്മുടെ രാഷ്ട്രപതിമാരെ പറ്റിയും ഇത്രയും കാലത്തെ പ്രൈം മിനിസ്റ്റേഴ്സിനെ പറ്റിയും അവരുടെ കാലത്തുണ്ടായിട്ടുള്ള ചരിത്ര സംഭവങ്ങളെ പറ്റിയും എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കൺട്രി ക്യാപിറ്റൽ, കറൻസി, രാജ്യം, തലസ്ഥാനം, അവരുടെ നോട്ട്. അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്, നമ്മുടെ നാട്ടിലെ ഭാരതരത്ന, പത്മശ്രീ, ഇനിയിപ്പോൾ ലോകത്തിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓസ്കാർ, ബുക്കർ, നോബൽ തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം. ഡിഫൻസ് റിലേറ്റഡ്, നമ്മുടെ പുതിയ മിസൈൽസ്, പുതിയ ടാങ്കുകൾ, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ ആർമിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ പഠിക്കണം. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഓർഗനൈസേഷൻസ്, യുണൈറ്റഡ് നേഷൻസ് പോലത്തെ ഒരുപാട് സംഘടനകൾ, UNOയ്ക്ക് തന്നെ കുറേ സബ് ഉണ്ട് അല്ലേ, യുനെസ്കോ, യൂണിസെഫ്, അങ്ങനെ കുറേ സാധനങ്ങളില്ലേ, അതെല്ലാം എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം. WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പോലത്തെ സംഘടനകളെ പറ്റി എന്ത് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഇത് 2 രീതിയിലുള്ള ബുക്സ് ആൻഡ് ഓതേഴ്സ് പഠിക്കണം. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡും പഠിക്കണം, പിന്നെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളതും പഠിക്കണം. പിന്നെ അതല്ലാത്ത വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ പഠിക്കണം. അതിൽ വേൾഡും ഉണ്ടാവും, ഇന്ത്യ ഉണ്ടാവും. പക്ഷേ ഇത് കണ്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട, സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്നുള്ളതാണ് ബുക്സ് ആൻഡ് ഓതേഴ്സിലുള്ളത്. അല്ലാതെ ലോകത്തിൽ ഇറങ്ങിയ എല്ലാ ബുക്കും എല്ലാ ഓതറൊന്നും എന്ത് ചെയ്യണ്ട നിങ്ങൾ പഠിക്കേണ്ടതില്ല. സ്പേസ് ഫാക്ട്സ്, നമ്മുടെ സ്പേസ് റിലേറ്റഡ് പ്രോഗ്രാംസ്, ഇൻസാറ്റ്, സാറ്റലൈറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അത് ലോകത്തിൽ നടന്നിട്ടുള്ള നാസ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അങ്ങനെ ഓരോന്നും നമ്മൾ പഠിക്കണം. പിന്നെ ഡാൻസസ് ആൻഡ് ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യ, പ്രധാനപ്പെട്ട ഡേറ്റുകൾ, ഇന്ത്യയിലെ എയർപോർട്ടുകളും സീപോർട്ടുകളും, നിക് നെയിംസ്, ഇപ്പോൾ ആളുകൾക്ക് വിളിപ്പേരുകൾ ഉണ്ടാവും, അതുപോലെ സ്ഥലത്തിനും എന്ത് ചെയ്തിട്ടുണ്ടാവും പല പല വിളിപ്പേരുകളുണ്ടാവും. അപ്പോൾ വെനീസ് ഓഫ് ദി ഈസ്റ്റ് നമ്മൾ ആലപ്പുഴ എന്ന് വിളിക്കാറുണ്ട് അല്ലേ, ഓറഞ്ച് സിറ്റി, വൈൻ സിറ്റി എന്നൊക്കെ പറഞ്ഞ് പല പല പേരുകളുണ്ട്. അത് ഓരോന്നും എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. പിന്നെ റിവർ ബാങ്ക് ആൻഡ് സിറ്റീസ്, ഓരോ നദിയുടെ തീരത്തും സിറ്റുവേറ്റ് ചെയ്യുന്ന സിറ്റികൾ. ഇപ്പോൾ നമുക്കറിയാം ഹൂഗ്ലിയുടെ തീരത്താണ് എന്ത് ചെയ്യുന്നത്, കൊൽക്കത്ത സിറ്റുവേറ്റ് ചെയ്യുന്നത്. യമുനയുടെ തീരത്താണ് എന്ത് ചെയ്യുന്നത്, ആഗ്ര സിറ്റുവേറ്റ് ചെയ്യുന്നത്, അത് ഇന്ത്യയുടെ. ഇനി അതുപോലെ നമ്മൾ തേംസ് നദിയുടെ തീരത്താണ് ലണ്ടൻ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുപോലെ ലോകത്തിൻ്റെയും ഇന്ത്യയുടെയും പ്രധാനപ്പെട്ട റിവർ ബാങ്കും സിറ്റീസും പഠിക്കണം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകൾ, അത് ഹിസ്റ്റോറിക്കൽ പ്ലേസസും ആവാം, ടൂറിസ്റ്റ് സ്പോട്ടുകളും എന്ത് ചെയ്യാം ആവാം. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് പറയാം അല്ലേ, താജ്മഹൽ ഫോർ എക്സാമ്പിൾ, താജ്മഹൽ, കുത്തബ് മിനാർ, അങ്ങനെയുള്ള കുറേ എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും. അതെല്ലാം എന്ത് ചെയ്യണം പഠിക്കണം. റെവല്യൂഷൻസ്, ലോകത്തിൽ നടന്ന മറ്റേ വിപ്ലവങ്ങളല്ല, നമുക്കറിയാം ബ്ലൂ റെവല്യൂഷൻ, ഗ്രീൻ റെവല്യൂഷൻ, വൈറ്റ് റെവല്യൂഷൻ ഒക്കെ പറഞ്ഞ് കുറേ നമ്മുടെ ഇൻഡസ്ട്രിയൽ ടൈപ്പ് സാധനങ്ങളുണ്ടല്ലോ, അതിൻ്റെ പിതാക്കന്മാർ ആരാണ്, അത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. MS സ്വാമിനാഥനെ പറ്റിയും വർഗീസ് കുര്യനെ പറ്റിയും നിങ്ങൾ പഠിക്കണം. പിന്നെ ഇന്ത്യൻ കറൻസി, മുമ്പ് എപ്പോഴൊക്കെ ഡിമോണിറ്റൈസേഷൻ നടന്നിട്ടുണ്ട്, ആരാണ് അതിൽ ഒപ്പുവെക്കുന്നത്, ഓരോ കറൻസിയിലും വരുന്ന നോട്ടിൽ വരുന്ന ചിത്രം എവിടത്തെയാണ്, മോട്ടീഫ് എന്നാണ് നമ്മളതിനെ പറയാം അല്ലേ, അതെല്ലാം എന്ത് ചെയ്യണം നിങ്ങൾ പഠിക്കണം. പിന്നെ RRBക്ക് പഠിക്കുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത് ഇന്ത്യൻ റെയിൽവേ ഫാക്ട്സ്, എന്നൊട്ട് ട്രെയിൻ ഓടി തുടങ്ങി, ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു, ഇതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു, നമുക്ക് എത്ര സോൺസ് ഉണ്ട്, ഓരോതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ അതിനകത്ത് പഠിക്കണം.
പിന്നെ റോഡ് വേസ് NHനെ പറ്റി പഠിക്കണം. പിന്നെ ലോകത്തിലെ പ്രധാനപ്പെട്ട ബൗണ്ടറി ലൈൻസ് റാഡ്ക്ലിഫ്, മാക്മോഹൻ പോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ലോകത്തിലെ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ്സ് അല്ലെങ്കിൽ എസ്പെഷ്യലി ഇന്ത്യയിലെ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ്സ്. പിന്നെ ഇത് SSCയുടെ ടോപ്പിക്കാണ്. എന്നിരിക്കലും നമുക്ക് പഠിക്കണം. ഇന്ത്യൻ മ്യൂസിക്കും മ്യൂസീഷ്യൻസും കൂടി എന്ത് ചെയ്യണം നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇതാണ് സ്റ്റാറ്റിക് GK എന്ന് പഠിക്കാനുള്ളത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് വന്നാലും GK എന്ന് പഠിക്കേണ്ടുന്ന ടോപ്പിക്കാണ് സ്റ്റാറ്റിക് GK എന്ന് കരുതി ബാക്കിയൊക്കെ ഒഴിവാക്കാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സ്റ്റാറ്റിക് GK എന്ത് വന്നാലും നിങ്ങൾ പഠിക്കണം. ബിക്കോസ് കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക് ഏതാണ്? സ്റ്റാറ്റിക് GK ആണ്. പിന്നെ ഒരു കൈൻഡ് ഓഫ് ഒരു അവിയൽ പരുവത്തിൽ നമ്മൾ പഠിക്കുന്ന സാധനമാണല്ലോ. ഇപ്പോൾ ഈ സ്റ്റാറ്റിക് GKയിൽ ഹിസ്റ്ററി വരും, ജോഗ്രഫി വരും, എക്കണോമിക്സ് വരും, പൊളിറ്റി വരും, എല്ലാം വരുന്നത് കൊണ്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇത് പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഉള്ളത് കമ്പ്യൂട്ടർ നോളേജ് ആണ്. ഡിഫറെൻറ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. സൂപ്പർ കമ്പ്യൂട്ടർ, പേഴ്സണൽ കമ്പ്യൂട്ടർ പോലെ തന്നെ അത് പഠിക്കണം. ഡിഫറെൻറ്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്, CPU, മെമ്മറി യൂണിറ്റ്, ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് MS ഓഫീസ്, വേർഡും PPTയും എക്സലും ആയിട്ടുള്ള ഷോർട്ട് കട്ടുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിക്കണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അത് നമ്മൾ നോക്കണം. ഹൈ ലെവൽ മെഷീൻ ലാംഗ്വേജ് പോലത്തെ കാര്യങ്ങൾ നോക്കണം. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടിട്ട് ഡിഫറെൻറ്റ് ഡിവൈസസ്, അതിൻ്റെ ടോപ്പോളജി, LAN WAN MAN പോലത്തെ നെറ്റ്വർക്കുകൾ, ഇൻ്റർനെറ്റും ഒരു നെറ്റ്വർക്കാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. പിന്നെ സെക്യൂരിറ്റി ത്രെഡ്സ് എന്തൊക്കെയാണ്, വൈറസ്, അതുപോലെ തന്നെ അറ്റാക്കുകൾ വരുന്നത്, ഫിഷിംഗ് പോലത്തെ കാര്യങ്ങൾ നോക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കമ്പ്യൂട്ടറിന് ഞാൻ ചോപ്പിച്ചിട്ടില്ല, വിട്ടുപോയതാണ്, അബ്രീവിയേഷൻസ്, ഫുൾ ഫോം, റാമിൻ്റെ ഫുൾ ഫോം, അങ്ങനെ കുറേ സാധനങ്ങളുടെ ഫുൾ ഫോം അബ്രീവിയേഷൻസ് എന്ത് ചെയ്യും കമ്പ്യൂട്ടറിൽ ചോദിക്കും, അത് നോക്കണം. പിന്നെ കമ്പ്യൂട്ടർ ഫാക്ട്സും എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങളിൽ നിന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, GK കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞ ഒരു നോട്ട് എടുക്കുക. ആ നോട്ടിൽ ഏതൊക്കെ സബ്ജക്റ്റാണെന്ന് ഫിക്സ് ചെയ്യുക, അതിൻ്റെ തുടക്കത്തിൽ എഴുതി വയ്ക്കുക. ഓരോ സബ്ജക്റ്റും നോട്ടാകുമ്പോൾ എന്ത് ചെയ്യുക, അത് വെട്ടിപ്പോകും. അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടും, നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആൻഡ് ഇറ്റ് ഗ്രാജുവലി ബിൽഡ്സ് അപ്പ് യുവർ കോൺഫിഡൻസ്. എക്സാമിന് ധൈര്യത്തിൽ അപ്രോച്ച് ചെയ്യാൻ എന്ത് ചെയ്യും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനിയുള്ളത് മാത്സ് ആണ്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ല. മാത്സിനും റീസണിങ്ങിനും നിങ്ങൾ നോട്ട് എഴുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ നിർബന്ധമൊന്നും പറയില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോമുലാസോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് എഴുതി വയ്ക്കാം. മാത്സിലും റീസണിങ്ങിലും വാട്ട് മാറ്റേഴ്സ് ഈസ് പ്രാക്ടീസ്. നിങ്ങൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, മാത്സ് റീസണിങ്ങും പലരും ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം, ആദ്യം നിങ്ങൾ ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ ബേസിക്സ് സ്ട്രോങ് ആക്കുക. എന്നിട്ട് പതുക്കെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഹൈ ലെവൽ ക്വസ്റ്റ്യനിലോട്ട് പോകുക. നമ്മുടെ ഇപ്പോൾ എല്ലാ കോഴ്സിലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്. ആദ്യം നിങ്ങളെ ബേസിക്സ് പഠിപ്പിക്കും, അത് കുറച്ച് ക്ലാസ്സിലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹൈ ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ് വരും. അത് മിക്കതും ഹൈ ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ PYQ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കറക്റ്റ് ക്വസ്റ്റ്യൻസ് മനസ്സിലാവും. PYQയിൽ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് മാത്രം പെറുക്കിയെടുത്ത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് തന്നേക്കാം. അപ്പോൾ ആ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ചെയ്യും. ബേസിക്സ് ചോദിക്കാറില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഒരു 60 to 70% ബേസിക് ലെവൽ ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷേ ബാക്കിയുള്ള 30% ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രം പെറുക്കിയെടുത്ത് നിങ്ങൾക്ക് അതിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിലും ക്ലാസ് തരുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ ആ ഭാഗം സെറ്റ് ആവും. അങ്ങനെ നിങ്ങൾ പഠിച്ചു പോവുക. ബേസിക്സ് സ്ട്രോങ് ആക്കുക, ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ മോക്കുകളും കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ടോപ്പിക്ക് എന്ത് ചെയ്യുക, എടുക്കുക. മാത്സ് റീസണിങ് എന്ത് തന്നെയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഓരോരോ ടോപ്പിക്കായിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ബിക്കോസ് ഇത് കുറച്ചും കൂടെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. കാരണം ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് വെച്ചാൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ്. അല്ലാതെ എനിക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ല. അപ്പോൾ മാത്സ് റീസണിങ്ങും ഞാൻ ഈ പറഞ്ഞ പോലെ പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് വലിയ വീഡിയോ ആയി എനിക്കറിയാം, പക്ഷേ ഇത് ഇങ്ങനെ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഞാൻ എൻ്റെ ലിമിറ്റേഷൻസ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന അതിൻ്റെ എല്ലാം പരീക്ഷകളുള്ള നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ 8891489498 വാട്സപ്പിലോ വിളിച്ചു എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, നമ്മളെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നൊന്നുമല്ല മക്കളെ. നിങ്ങൾ കട്ടയ്ക്ക് പഠിക്കാൻ തയ്യാറാണെങ്കിൽ കൃത്യമായ സ്ഥലത്ത്, അതായത് ഇപ്പം നിങ്ങളിപ്പോൾ യൂട്യൂബിൽ നിന്ന് വീഡിയോ കണ്ട് പഠിക്കുന്ന ഒരാളെന്ന് വെച്ചാൽ അതൊരിക്കലും തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഓരോ ടോപ്പിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ സോഴ്സും തപ്പിയെടുത്തുകൊണ്ടേയിരിക്കണം. പിന്നെ അതിൽ എത്രത്തോളം നല്ല ക്ലാസ്സുകൾ ഉണ്ട് എന്നുള്ളതിൽ എന്താ പറയുക, നിങ്ങൾക്കും എനിക്കും സംശയങ്ങളുണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക്കായിട്ട് നിങ്ങൾ തപ്പിയെടുക്കണം. അവിടെയൊക്കെ നിങ്ങളുടെ സമയം പോവുക. അപ്പോൾ അങ്ങനെ സമയം കളയാതെ ഒരു കുടക്കീഴിൽ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് എടുക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നമ്മളെ വിശ്വാസം ഉണ്ടെങ്കിൽ, ഈ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നമ്മളെ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ആ കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ വിശ്വാസം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ കോഴ്സ് എടുത്ത് പഠിച്ചാൽ ഒരു കുടക്കീഴിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും PDF-ഉം എക്സാമും ഈ പറയുന്ന പോലെ അതിൻ്റെ ക്ലാസ്സും എല്ലാം എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ലോങ് റണ്ണിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. ആ ഒരു കൃത്യമായി കംഫർട്ടബിളായി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നിങ്ങൾ നമ്മുടെ കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുനിന്നൊരു മെറ്റീരിയൽ നോക്കുന്നതിന് മുമ്പ്, നിങ്ങൾ പുറത്തുനിന്നൊരു ബുക്ക് വാങ്ങുന്നതിന് മുമ്പ് പോലും ഞാൻ എല്ലാവരോടും ഇപ്പോൾ പിള്ളേരോട് പറയുന്ന കാര്യമാണ്, നമ്മുടെ കോഴ്സിനകത്ത് ഇപ്പോൾ അത്യാവശ്യം നല്ലോണം കണ്ടന്റ് ഉണ്ട്. അത് മൊത്തം നിങ്ങൾ കണ്ടു തീർക്കുക, അത് മൊത്തം നിങ്ങൾ നോട്ടാക്കുക, അതിൽ എക്സാംസ് നിങ്ങൾ എഴുതി തീർക്കുക. എന്നതിന് ശേഷം മാത്രം പുറത്തുനിന്ന് നോക്കിയാൽ മതി. ഐ റിപ്പീറ്റ്, പുറത്തുനിന്ന് നോക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് നിങ്ങൾ എക്സ്ട്രാ നോക്കാൻ പറ്റും നോക്കണം എന്നാണ്. പക്ഷേ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തീർന്നു കിട്ടാൻ, നിങ്ങൾക്ക് കൃത്യമായത് കിട്ടിയെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ കോഴ്സിനകത്തുള്ള കണ്ടന്റ് എല്ലാം നിങ്ങൾ പഠിച്ചു തീർക്കുക. അത് പഠിച്ചു തീർത്താൽ തന്നെ
ഇപ്പം എനിക്ക് അഷ്വർ ചെയ്യാൻ പറ്റും 80 to 85% മൊത്തം വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും. 80% ഉറപ്പായിട്ടും കിട്ടും. കാരണം നമ്മൾ അത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി ബാക്കി എല്ലാം നോക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന കോഴ്സാണ്. അതിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. കാരണം അതിനുള്ള പ്രൂഫാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത്രയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് മൊത്തം പഠിച്ചു തീർത്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പുറത്ത് നോക്കിയാൽ മതി. ആൻഡ് നമ്മുടെ കോഴ്സ് മാത്രം പഠിച്ചാൽ കിട്ടുന്നൊന്നും ഞാൻ മോഹന വാഗ്ദാനം തരില്ല കേട്ടോ. അങ്ങനെ തരുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ചതിക്കുഴി നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയാറുള്ളത്. അങ്ങനെ ഒരാൾക്കും മെഷർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഇത് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഒരു ബുക്കെങ്കിലും നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ഇനി ഏതൊക്കെ ബുക്സാണ് വാങ്ങേണ്ടതെന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ PYക്ക് റെഫർ ചെയ്യാനായിട്ട് ഓരോ ടോപ്പിക്കും കഴിയുമ്പോൾ അതിൻ്റെ PYക്ക് റെഫർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ നോക്കണമെന്നുണ്ടാവും. അങ്ങനെ വാങ്ങാനുള്ള ലിസ്റ്റ്, PYക്ക് റെഫർ ചെയ്യാനായിട്ട് വാങ്ങാനുള്ള ലിസ്റ്റും നിങ്ങൾക്ക് പഠിക്കാനുള്ള ലിസ്റ്റും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലോ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വാങ്ങാം. യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞോട്ടെ, അത്യാവശ്യം നല്ലൊരു എഫേർട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ പോയിന്റ് വരെ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ട് തീർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപകാരമായെന്ന് തോന്നുന്നെങ്കിൽ ദയവ് ചെയ്ത് താഴെ എന്നെ ഒന്ന് അറിയിക്കുക. കാരണം ഈ ആദ്യത്തെ 5 മിനിറ്റ് കണ്ടു പോകുന്നവർക്ക് വേണ്ടി ചെയ്തൊരു വീഡിയോ അല്ലത്. ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് ഇത് നോക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസ് ഇത് മുഴുവൻ കാണുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ കണ്ട് തീർത്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും വേറെ തന്നെയായിരിക്കും. പിന്നെ ഒരിക്കലും ഞാൻ നമ്മുടെ പെയ്ഡ് സ്റ്റുഡൻസിന് വേണ്ടിയോ നമ്മുടെ കോഴ്സ് എടുത്തവർക്ക് വേണ്ടിയോ മാത്രം ചെയ്ത വീഡിയോ അല്ല, എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്നുള്ളൊരു സതുദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് മുഴുവൻ കണ്ടു തീർത്തെങ്കിൽ ആ കണ്ടു തീർത്തതിന് ഒന്ന് താഴെ എന്ത് ചെയ്യുക, നിങ്ങളതൊന്ന് താഴെ പറയാതെ എനിക്ക് ഭയങ്കര സന്തോഷം തരും. നിങ്ങളോട് ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കുകയാണ്, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ തരാൻ പറ്റിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് താഴെ ഒന്ന് പറയാം, മുഴുവൻ കണ്ടു തീർത്തുന്ന എന്തെങ്കിലും ഒന്ന് എന്നെ അറിയിക്കുക. അതെനിക്കൊരു വലിയ സന്തോഷം തരും. അത്രയേ ഉള്ളൂ. അതിന് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്കൊരു സന്തോഷം കിട്ടും. നിങ്ങൾ ഒരു തിരിച്ചൊരു സാധനമായിട്ട് എന്ത് ചെയ്യണം, ഞാനത് ചോദിക്കണം. അപ്പോൾ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ കാര്യങ്ങളുണ്ടെങ്കിലോ ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് തെറ്റായി തോന്നുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഭയങ്കരമായി നിങ്ങൾക്ക് അത് ശരിയായി തോന്നിയ കാര്യങ്ങളുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നിയ കാര്യങ്ങളുണ്ടെങ്കിലോ അതും ദയവ് ചെയ്തൊന്ന് താഴെ അറിയിക്കുക. അത് ഭയങ്കര നമുക്ക് തരുന്ന സന്തോഷം ഇതുപോലുള്ള ഇനിയും ഒരുപാട് കാര്യങ്ങൾ വീഡിയോസ് ചെയ്യാൻ നമുക്ക് തരുന്ന പ്രചോദനം വലുതായിരിക്കും. അപ്പോൾ അത്രയേ പറയാനുള്ളൂ. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ. ബൈ.